ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി രാവിലെയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു നല്ല രാവിലെ ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ വാർത്താ ദിനം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ മഴ ഇങ്ങനെ ശക്തമായി പെയ്യുന്നു. സംസ്ഥാനത്തൊട്ടുക്ക് പരക്കെ അതിശക്തമായ മഴ പെയ്യും എന്നത് തന്നെയാണ് ഇന്നത്തെയും സാഹചര്യം. ആ മുന്നറിയിപ്പാണ് മുന്നിലുള്ളത്. 5 ജില്ലകളിലാണ് കേട്ടോ ഇന്ന് ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പുള്ളത്. പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലും മലപ്പുറത്തും വയനാട്ടിലുമാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പുള്ളത്. ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അപ്പോൾ അതായത് എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴ ഉണ്ടാകും എന്ന് തന്നെയാണ്. അപ്പോൾ ഇന്നലെ തന്നെ 16 ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നിരുന്നു. ഇന്ന് കൂടുതൽ ഡാമുകളുടെ ഷട്ടറൊക്കെ തുറക്കാനുള്ള സാധ്യതയുണ്ട്. പീച്ചി ഡാമിൻ്റെ ഷട്ടർ ഇന്ന് 11 മണിക്ക് തുറക്കും. അതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സ്പിൽവേ ഷട്ടർ തുറക്കാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. അപ്പോൾ തീരദേശത്ത് താമസിക്കുന്ന ആളുകളൊക്കെ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഏതൊക്കെ ആളുകളാണ് ജാഗ്രത പാലിക്കേണ്ടത് എന്നുള്ളത് അതാത് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ട് പോകണം. അതീവ ജാഗ്രത വേണ്ട സമയമാണ്. മഴ ഇങ്ങനെ കനത്ത് പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റുമുണ്ട്. മഴക്കെടുതിയും രൂക്ഷമാണ് എന്നതാണ് സാഹചര്യം. ഇന്നലെ നമ്മളെ ഏറെ ദുഃഖിപ്പിച്ചത് 3 മരണം റിപ്പോർട്ട് ചെയ്തു. 4 മരണം റിപ്പോർട്ട് ചെയ്തു ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് എന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊക്കെ കൂടുതലായി ഇന്ന് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, ആഗ്രഹിക്കാം. ഇനി പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വന്നാൽ നമുക്കറിയാം ഇന്നലത്തെ ഒരു വാർത്താ ദിനം മുഴുവൻ പ്രധാന ചർച്ചാ വിഷയമായി മാറിയത് മറ്റൊന്നുമായിരുന്നില്ല, ഒരു സൂംബയായിരുന്നു. അപ്പോൾ ഇന്നും സൂംബ തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയമാകാൻ പോകുന്നത് എന്നാണ് നിലവിലത്തെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഒരു സാധാരണ എക്സസൈസാണ്. പാട്ടൊക്കെ വെച്ച് കുട്ടികളുടെയൊക്കെ ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ട് സ്ട്രെസ്സൊക്കെ മാറ്റാൻ വേണ്ടി ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ എന്നുള്ള നിലയിലൊക്കെ സ്കൂളുകളിൽ നടപ്പാക്കാം എന്നതാണ് മുഖ്യമന്ത്രി അന്ന് നാളുകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചത്. അത് വിദ്യാഭ്യാസ മന്ത്രി അങ്ങ് ഏറ്റെടുക്കുകയും ചെയ്തു. എല്ലാ സ്കൂളുകളിൽ നടപ്പാക്കാനുള്ള ഒരു നിർദ്ദേശവും നൽകി. പക്ഷെ അത് നിർബന്ധിത ക്ലാസ് ഒന്നുമല്ല. പക്ഷെ ഒരു വിഭാഗത്തിന് അത് വലിയ ഒരു മോശം പ്രവണതയായി തോന്നി, വലിയ പ്രതിഷേധം ഉയർത്തി. പക്ഷെ ആ പ്രതിഷേധത്തിനൊന്നും വില കൽപ്പിക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. അതിശക്തമായി തന്നെ ഈ തീരുമാനവുമായി സൂംബ എല്ലായിടത്തും പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം, എല്ലാ സ്കൂളിലും നടപ്പാക്കാം, അതൊരു നല്ല വ്യായാമ മുറ, അതിനെ അത്തരത്തിൽ മാത്രം കണ്ടാൽ മതി എന്നുള്ള നിലപാടിൽ തന്നെ ശക്തമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഇതൊരു രാഷ്ട്രീയ വിഷയമായി കൂടി മാറുകയാണ്. അതിൽ പല വിധത്തിൽ രാഷ്ട്രീയമായ മുതലെടുപ്പിനൊക്കെയും പല ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു രാഷ്ട്രീയ ചിത്രം മാനം കൂടി ഈ വിഷയത്തിന് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസവും സൂംബ ഏതൊക്കെ തരത്തിൽ ചർച്ചാ വിഷയമാകുമെന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം ഒരുപാട് വാർത്തകൾ പ്രേക്ഷകരെ കാത്തിരിക്കുന്നുണ്ട്. വിശദമായി നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. സൂംബ ഡാൻസിൽ മുസ്ലിം സംഘടനകളുടെ എതിർപ്പ് രാഷ്ട്രീയ നേട്ടമാക്കാൻ ലക്ഷ്യമിട്ട് സർക്കാരും മുസ്ലിം ലീഗും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒന്നിച്ചാടിപ്പാടാൻ അനുവദിക്കില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ് സമസ്ത, പിന്തുണച്ചു ലീഗ്. സമസ്തയുടെ എതിർപ്പ് വകവയ്ക്കാതെ സർക്കാർ, മതം പറഞ്ഞ് വിവാദമാക്കുന്നത് വിലപ്പോവില്ലെന്ന് പറയാതെ പറഞ്ഞ് CPM. കാസർഗോഡ് തൻബീഹുൽ ഇസ്ലാം സ്കൂളിലെ സൂംബ ഡാൻസ് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച് വിദ്യാഭ്യാസ മന്ത്രി. VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. ഗുരുതരമായി തുടരുന്നുവെന്ന വെന്റിലേറ്റർ പരിചരണത്തിലെന്നും SUT ആശുപത്രി. മെഡിക്കൽ ബുള്ളറ്റിൻ രാവിലെ 11-ന്. സംസ്ഥാനത്ത് ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ്. 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. ബാക്കി 9 ജില്ലകളിലും യെല്ലോ അലേർട്ട്. തിരുവനന്തപുരം തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. ജലനിരപ്പ് 136 അടിയായാൽ മുല്ലപ്പെരിയാർ സ്പിൽവേ തുറക്കുമെന്ന് തമിഴ്നാട്. നിലവിൽ 135.35 അടി. തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടി 3220 ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. പകൽ മാത്രമേ സ്പിൽവേ തുറക്കാവൂ എന്ന് തമിഴ്നാടിനോട് അഭ്യർത്ഥിച്ച് ഇടുക്കി കളക്ടർ. മലപ്പുറം കാളികാവിൽ മയക്കുവെടിയേറ്റ് കാട്ടിൽ ഓടിമറിഞ്ഞ കടുവയ്ക്കായി തെരച്ചിൽ തുടരുന്നു. കടുവയ്ക്ക് വെടിയേറ്റത് കഴിഞ്ഞ ദിവസം. വനപാലക സംഘം സർവസജ്ജമായി കാളികാവിൽ.
വിശദമായി നമുക്ക് ഓരോ വാർത്തകൾ നോക്കാം. ആദ്യം നമുക്ക് മഴയുടെ ഒരു സാഹചര്യം തന്നെ പരിശോധിക്കാമെന്ന് തോന്നുന്നു. സംസ്ഥാനത്ത് പല ജില്ലകളിലും ശക്തമായ മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേകിച്ച് പത്തനംതിട്ട, കോട്ടയം ഭാഗത്തൊക്കെ, പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലും മലപ്പുറം, വയനാട് ജില്ലകളിലൊക്കെയാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. 5 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പ് ഇന്നുള്ളത്. മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഡാം ഇന്ന് തുറന്നേക്കും എന്നതാണ് സൂചന. തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട്. കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഡാനിപ്പോളും സ്റ്റാലിനും സാരംഗും കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. ആദ്യം സാരംഗ് സുധാകറിലേക്കാണ് നമ്മൾ പോകുന്നത്. ക്ഷമിക്കണം, സാരംഗിലേക്കല്ല, നമുക്ക് VK സ്റ്റാലിനുണ്ട്. ആദ്യം നമുക്ക് ഇടുക്കിയിലെ ഒരു സാഹചര്യം എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. സ്റ്റാലിൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇടുക്കിയിൽ അതിശക്തമായ മഴ ദിവസങ്ങളായി ഇങ്ങനെ തുടരുകയാണ്. അപ്പോൾ ഈ മുല്ലപ്പെരിയാറിന്റെ സ്പിൽവേ ഷട്ടർ അടക്കം തുറക്കുന്നതിലെ ഒരു ആശങ്ക ഉണ്ട്. തുറക്കുമോ ഇല്ലയോ എന്നുള്ളതിൽ ഉറപ്പൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും മഴ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഒരു ആശങ്കയാണ്, അല്ലേ? ആര്യ, ഗുഡ് മോർണിംഗ്. എപ്പോഴും മഴക്കാലം ആകുമ്പോൾ തന്നെ ചർച്ചാ വിഷയമാകുന്ന ഒരു വിഷയമാണ് നമ്മുടെ മുല്ലപ്പെരിയാർ. എന്താണേലും ജില്ലയിൽ മഴ കുറച്ച് ദിവസങ്ങളായി തന്നെ തുടരുന്നു. ഏതായാലും ഇന്നലെ ഏതാണ്ട് ഉച്ചവരെ മഴയ്ക്ക് ഒരു ശമനമുണ്ടായിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തമായി. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് വളരെ പെട്ടെന്ന് ഇന്നലെ കൂടി. 136 അടി എത്തിയാൽ ഡാം തുറന്ന് സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് റൂൾ കർവ്, ഇപ്പോഴത്തെ ജല കമ്മീഷന്റെ റൂൾ കർവ് അനുസരിച്ച് 136 അടിയിലെത്തുമ്പോൾ വെള്ളം പുറത്തേക്ക് ഒഴുക്കണം, സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് പുറത്തേക്ക് ഒഴുക്കണം എന്നുള്ളതാണ് കേന്ദ്ര ജല കമ്മീഷന്റെ നിയമം. അതനുസരിച്ചാണ് ഇപ്പോൾ ക്രമീകരണങ്ങൾ നടന്നു വരുന്നത്. എന്താണേലും ഇന്ന് രാവിലെ 135.60 അടിയിലേക്ക് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് എത്തിയിട്ടുണ്ട്. ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് 3786.35 ഘനയടിയായിട്ട് സെക്കൻഡിൽ ഉയർന്നിട്ടുണ്ട്. എന്നാൽ തമിഴ്നാട് പരമാവധി ജലം കൊണ്ടുപോകാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. 2036.35 അടി ജലമാണ് സെക്കൻഡിൽ ഖനയടി ജലമാണ് തമിഴ്നാട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പദ്ധതി പ്രദേശത്ത്, പ്രത്യേകിച്ചും വനമേഖലയിലെ മുല്ലപ്പെരിയാറിന്റെ വനമേഖലയിലെല്ലാം മഴയുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ പുലർച്ചെ പദ്ധതി പ്രദേശത്ത് മഴ കുറവാണ്. മറ്റ് സ്ഥലങ്ങളിലെല്ലാം മഴ ശക്തമായിട്ടുണ്ട്. എന്തായാലും നീരൊഴുക്ക് ശക്തമായി തന്നെ തുടരുകയാണ്. 136 അടി പൂർത്തീകരിച്ചാൽ എന്തായാലും സ്പിൽവേ ഷട്ടറുകൾ തുറക്കാനുള്ള ഒരു ക്രമീകരണം ജില്ലാ ഭരണകൂടം ചെയ്തിട്ടുണ്ട്. ഇന്നലെ നേരത്തെ തന്നെ തമിഴ്നാട് സർക്കാർ ഇടുക്കി ജില്ലാ ഭരണകൂടത്തെ ഇക്കാര്യങ്ങൾ അറിയിച്ചിരുന്നു. തുറക്കേണ്ടി വരും എന്നുള്ള സാഹചര്യത്തെക്കുറിച്ച് അറിയിച്ചിരുന്നു. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഇടുക്കി ജില്ലാ ഭരണകൂടം, പ്രത്യേകിച്ചും പകൽ സമയത്ത് സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കാനുള്ള ക്രമീകരണം ഉണ്ടാവണമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ഇക്കാര്യം തമിഴ്നാടിനെ അറിയിച്ചിട്ടുണ്ട്. എന്താണേലും ഇന്ന് ഇപ്പോൾ 135.60 അടിയാണ്. അത് ഉച്ചയ്ക്ക് ശേഷമൊക്കെ ചിലപ്പോൾ 136ലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ഡാം തുറക്കാനും ആണ് ഇപ്പോഴുള്ള ക്രമീകരണങ്ങൾ. 883 കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകളെ ഏതാണ്ട് 833 കുടുംബങ്ങളിൽ നിന്നുള്ള 3220 ആളുകളെ മാറ്റി പാർപ്പിക്കാനുള്ള ക്രമീകരണങ്ങളാണ് റവന്യൂ അധികൃതരും ജില്ലാ ഭരണകൂടവും ചെയ്തിട്ടുള്ളത്. അതായത് എല്ലാവിധ ക്രമീകരണങ്ങളും, പ്രത്യേകിച്ച് പെരിയാർ, മഞ്ചുമല, ഉപ്പുതറ, ഏലപ്പാറ, അയ്യപ്പൻകോവിൽ, കാഞ്ചാർ, ആനവിലാസം വില്ലേജുകളിലെ ആളുകളാണ് ഇതിന് പ്രധാനമായിട്ടും ഇത് ആദ്യമായിട്ട് ഈ പ്രദേശത്ത് ബാധിക്കുന്നത്. അവരെ മാറ്റി പാർപ്പിക്കുന്ന ആ പ്രദേശങ്ങളിലുള്ള ആളുകളെ, പ്രത്യേകിച്ചും 3220 ആളുകളെ 20 ക്യാമ്പുകളിലേക്കായിട്ട് മാറ്റുന്ന ക്രമീകരണങ്ങളാണ് ഇടുക്കി ജില്ലാ ഭരണകൂടം ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജില്ലയിൽ മറ്റു സ്ഥലങ്ങളിലും മഴ ശക്തമാണ്. ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായിട്ടുണ്ട്. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് നിലവിൽ 2370 അടിയാണ് ഇപ്പോൾ ഇടുക്കി ഡാമിലെ ജലനിരപ്പ്. ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് പറയുമ്പോൾ 25 അടി വെള്ളം ഇപ്പോൾ ഡാമിൽ കൂടുതലുണ്ട്. ഏതാണ്ട് ആകെ സംഭരണശേഷിയുടെ 55% ജലമാണ് ഇപ്പോൾ ഇടുക്കി ഡാമിലുള്ളത്. അതോടൊപ്പം ചെറിയ ഡാമുകളായിട്ടുള്ള പ്രത്യേകിച്ചും കല്ലാർകുട്ടി, പൊന്മുടി, ലോവർ പെരിയാർ, മലങ്കര തുടങ്ങിയിട്ടുള്ള ഡാമുകളുടെ ഷട്ടറുകളും അത് തുറന്ന് കുറെ ദിവസങ്ങളായി തന്നെ വെള്ളം പുറത്തേക്ക് ഒഴുക്കുകയാണ്. പെരിയാർ, അതുപോലെ പന്നിയാർ, ചിന്നാർ,
മുതിരപ്പുഴയാർ തുടങ്ങിയിട്ടുള്ള പുഴകളിലെല്ലാം നീരൊഴുക്ക് ശക്തമായി വർദ്ധിച്ചിട്ടുണ്ട്. ഈ ഡാമുകളിലേക്കാണ് ഈ പുഴകളിലേക്കാണ് കല്ലാർകുട്ടി ഉൾപ്പെടെയുള്ള പൊന്മുടി ഉൾപ്പെടെയുള്ള ഡാമുകളിൽ നിന്ന് തുറന്നുവിടുന്ന വെള്ളം പെരിയാറിലേക്ക് എത്തുന്നത്. എന്താണേലും മറ്റ് ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യങ്ങളുമില്ല. എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുള്ളതായി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുമുണ്ട്. ആര്യ. ശരി, വി കെ സ്റ്റാലിനാണ് വിശദമായ വിവരങ്ങൾ, ഇടുക്കിയിലെ വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി നമുക്ക് എറണാകുളത്തേക്ക് പോകാം. ഡാനി പോൾ ഉണ്ട് അവിടെ നിന്ന്. ഡാനി, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഭയങ്കരമായ മഴയൊന്നും എറണാകുളം ജില്ലയിൽ ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? യെല്ലോ അലേർട്ട് മുന്നറിയിപ്പാണ് അവിടെ നൽകിയിട്ടുള്ളത്. ആര്യ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ശക്തമായ മഴയും അതോടൊപ്പം തന്നെ പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നത്, പെരിയാറിൻ്റെ തീരത്ത് ഉണ്ടായിരുന്ന വീടുകൾ വെള്ളം കയറിയത്, അങ്ങനെ വലിയ രീതിയിലുള്ള ആശങ്കകൾ നിറച്ചിരുന്നു. പക്ഷേ ഇന്നലെ പൂർണ്ണമായും തെളിഞ്ഞ ഒരു പകൽ തന്നെയെന്ന് നമുക്ക് പറയാൻ കഴിയുമായിരുന്നു. വൈകുന്നേരത്തോടു കൂടി അനുഭവപ്പെട്ട ചെറിയ രീതിയിലുള്ളൊരു മഴ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തേക്ക് വരുമ്പോൾ ഇന്നത്തേൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ഇന്ന് രാവിലെയുള്ളൊരു കാലാവസ്ഥ. രാവിലെ പുലർച്ചെ എല്ലാം തന്നെ ശക്തമായ മഴയും കാറ്റും ഉണ്ടായിരുന്നു, വലിയ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന് കുറച്ച് ശമനം വന്നിട്ടുണ്ട്. എങ്കിലും മഴ പൂർണ്ണമായും വിട്ടുമാറിയിട്ടില്ലെങ്കിലും മഴ തുടരുന്നൊരു സാഹചര്യം. പക്ഷേ ഒരു ആശങ്കപ്പെടുത്തുന്ന നിലയിൽ നിന്ന് ജില്ലയിലൊരു അവസ്ഥ മാറിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഒരു ഔദ്യോഗിക കണക്ക് പ്രകാരം മെയ് പകുതിക്ക് ശേഷം 25ഓടുകൂടി ആണ് കാലവർഷം ആരംഭിച്ചതെന്ന് പറയുന്നു. അപ്പോൾ മുതൽ ശക്തമായൊരു മഴ ജില്ലയിൽ ലഭിക്കുന്നുണ്ട്. പക്ഷേ വലിയ രീതിയിലൊരു വെള്ളക്കെട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെയും പലപ്പോഴും രൂപപ്പെട്ടിട്ടില്ല. നഗരത്തിനകത്തേക്കെല്ലാം തന്നെ വരുമ്പോൾ ആ രീതിയിലൊരു ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലാണ് പെരിയാറിലെ ജലനിരപ്പ് വളരെ ഉയർന്നത്. അത് ഭൂതത്താൻ അണക്കെട്ടിൻ്റെ അതിൻ്റെ മുഴുവൻ ഷട്ടറുകളും ഏതാണ്ട് തുറന്നുവിടുന്ന അവസ്ഥയിലേക്ക് വന്നിരുന്നു. കാരണം ഇടുക്കി ജില്ലയിൽ പെയ്യുന്ന കനത്ത മഴ അത് കൂടുതലും പെരിയാറിലേക്ക് ഒഴുകിയെത്തുമ്പോൾ അത് എറണാകുളം ജില്ലയിലാണ് കൂടുതൽ അതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഭൂതത്താൻ അണക്കെട്ട് പൂർണ്ണമായി തന്നെ തുറന്ന് ഏതാണ്ട് സെക്കൻഡിൽ 24 ലക്ഷം ലിറ്റർ വെള്ളമാണ് അതിൽ നിന്ന് പുറന്തള്ളിയിരുന്നത്. അത് സ്വാഭാവികമായും പെരിയാറിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ കരകളിൽ താമസിക്കുന്നവർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു. ഇവിടെ ഏലൂർ ഭാഗത്താണ് കൂടുതൽ വിഷയങ്ങൾ വന്നത്. അവിടെ പല കുടുംബങ്ങൾ ഏതാണ്ട് 50ഓളം കുടുംബങ്ങളെ അവിടെ ബോസ്കോ കോളിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ പെരിയാറിലെ ജലനിരപ്പ് മുന്നറിയിപ്പ് നിലയേക്കാളും താഴ്ന്നിട്ടുണ്ട് എന്നതാണ് അറിയിപ്പ് ഉള്ളത്. പക്ഷേ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എറണാകുളം ജില്ലയിൽ പൊതുവെ 9 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. പല മേഖലകളിലായിട്ട് മൂവാറ്റുപുഴയിലും പറവൂരിലും അതോടൊപ്പം തന്നെ ചെല്ലാന മേഖലകളിലും എല്ലാമായിട്ട് മൊത്തത്തിൽ 9 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇതുവരെ തുറന്നിട്ടുള്ളത്. വലിയ രീതിയിലേക്ക് അവിടെ നിന്നും ആളെയൊന്നും മാറ്റിയിട്ടില്ല. എങ്കിലും ഒരു മുന്നറിയിപ്പ് സംവിധാനം എന്ന രീതിയിൽ പലരെയും ഒഴിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിലുള്ള ക്യാമ്പുകളെല്ലാം തന്നെ സജ്ജമാക്കിയിരുന്നത്. ഒരു കണക്ക് പറയുമ്പോൾ ഈ കാലവർഷം ആരംഭിച്ചത് ഇതുവരെ പറയുമ്പോൾ 291 വീടുകൾക്ക് ജില്ലയിൽ ഏതാണ്ട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. 281 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ വ്യത്യസ്തമായിട്ട് വലിയ ശക്തമായ കാറ്റ് പല ഭാഗങ്ങളിലും തന്നെ അനുഭവപ്പെടുകയുണ്ട്. പ്രത്യേകിച്ച് പറവൂര്, മൂവാറ്റുപുഴ ജില്ലയുടെ കിഴക്കൻ മേഖലകളിലും എല്ലാം തന്നെ ശക്തമായ കാറ്റ് അനുഭവപ്പെട്ടിരുന്നു. പലയിടത്തും മരങ്ങൾ കടപുഴകി വീഴുന്ന രീതിയിലേക്കെല്ലാം തന്നെ വന്നിരുന്നു. വീടുകൾക്ക് മുകളിലേക്ക് മറ്റ് കടകൾക്ക് മുകളിലേക്ക് എല്ലാം തന്നെ വീഴുന്നൊരവസ്ഥയിലേക്കെല്ലാം വന്നിരുന്നു. അപ്പോൾ അത്തരം സാഹചര്യങ്ങളെല്ലാം തന്നെ ജില്ലയിലേക്ക് വലിയ രീതിയിലുള്ളൊരു വിഷയങ്ങൾ കാറ്റ് സൃഷ്ടിച്ചിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മഴയുണ്ടെങ്കിലും കാര്യമായ രീതിയിലേക്കൊരു വെള്ളക്കെട്ട സ്ഥിതിയിലേക്കൊന്നും മാറിയിട്ടില്ല. പെരിയാറിൻ്റെ കരകളിൽ തുടരുന്നവരുടെ ഒരു ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഇപ്പോഴുള്ളത്. അത് ഇടുക്കിയിൽ തുടരുന്ന മഴ അതിൻ്റെ പൂർണ്ണമായും അതിൻ്റെ കുത്തൊഴുക്കെത്തുന്നത് പെരിയാറിലേക്കാണ്. ഏതായാലും ഇപ്പോൾ ഈ സ്ഥിതി ഇങ്ങനെ പോകുന്നു. കാര്യമായ മഴ രാവിലെ ഉണ്ടായിരുന്നെങ്കിലും കുറച്ച് ഭേദപ്പെട്ട ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ മഴ തോർന്നൊരവസ്ഥയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ആര്യ, തീർച്ചയായും ഡാനി പോളാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും എറണാകുളത്തെ മഴയുടെ സാഹചര്യം അങ്ങനെയാണ്. ഇപ്പോൾ രാവിലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ തോതിലുള്ള മഴയൊക്കെ അവിടെ പെയ്യുന്നുമുണ്ട്. നമുക്ക് സാരംഗ് സുധാകറിലേക്ക് പോകാം. സാരംഗ്, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് തലസ്ഥാന ജില്ലയിലെ മഴയുടെ ഒരു സാഹചര്യം? നമ്മൾ തെക്കൻ ജില്ലകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോട്ടയത്തും പത്തനംതിട്ടയിലും ഒക്കെ അതിശക്തമായ മഴ ഇന്ന് പെയ്യുമെന്നുള്ള മുന്നറിയിപ്പ് കൂടിയുണ്ട്.
തിരുവനന്തപുരത്ത് വടക്കൻ മേഖലയിൽ വെച്ച് നോക്കുമ്പോൾ കാര്യമായ ഒരു മഴ മുന്നറിയിപ്പ് നിലവിലില്ല. യെല്ലോ അലേർട്ടാണ് തിരുവനന്തപുരത്ത്. മാത്രമല്ല ഒറ്റപ്പെട്ട മഴ പെയ്യുന്നുണ്ട്. തീരദേശ മേഖലയിലാണ്, നമ്മൾ മുൻപ് റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ തീരദേശ മേഖലയിലാണ് ഇത്തവണ വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അല്ലാത്ത പക്ഷം മഴ സാധാരണ രീതിയിലാണ്. ഇന്ന് രാവിലെ ടൗണിലൊക്കെ പല ഭാഗങ്ങളിലും മഴ പെയ്യുന്നുണ്ട്. മാത്രമല്ല അതിശക്തമായ ഒരു മഴയുടെ സാഹചര്യം തിരുവനന്തപുരം ഭാഗത്തില്ല. പക്ഷേ ശംഖുമുഖം ഭാഗത്തൊക്കെ, ശംഖുമുഖം തുടങ്ങി തെക്ക് ഭാഗത്തെ പല തീരദേശ പ്രദേശങ്ങളിലും കടൽക്ഷോഭം കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല ഇന്ന് കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അല്ലാത്ത പക്ഷം തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾ ഒഴികെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തലസ്ഥാനത്തെ സാഹചര്യം അത്രയധികം ഗുരുതരമല്ല. വടക്കൻ ജില്ലകളിലെ അത്ര കാര്യമായ ഒരു മഴ മുന്നറിയിപ്പോ അത്രയധികം മഴ നിലവിൽ പെയ്യുന്നൊരു സാഹചര്യമോ ഇല്ല. 100-ലധികം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചൊരു സാഹചര്യം തീരദേശ മേഖലയിൽ മുൻപ് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ പല ഭാഗങ്ങളിലും കടൽക്ഷോഭം ശക്തമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല ശംഖുമുഖം പോലെയുള്ള ഭാഗങ്ങളിൽ, സംരക്ഷിതമായ കെട്ടിടങ്ങൾ നിലനിൽക്കുന്ന ഭാഗങ്ങളിൽ കടലാക്രമണം മൂലം കെട്ടിടങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. മാത്രമല്ല ആ ഭാഗങ്ങളിൽ ചില ദിവസങ്ങളിൽ റോഡ് ഗതാഗതത്തിന് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട്. നമുക്കറിയാം റോഡിനോട് ചേർന്ന് വരെ തിരമാലകൾ ശക്തമായി അടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അല്ലാത്ത പക്ഷം തിരുവനന്തപുരം ജില്ലയിൽ മഴ പെയ്യുന്നുണ്ടെങ്കിലും അത്ര കാര്യമായ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. സാധാരണ രീതിയിലാണ് മൺസൂൺ കാലം തിരുവനന്തപുരം ജില്ലയിൽ നിലവിൽ നിലനിൽക്കുന്നത്. ആര്യ. യെസ്, സാരംഗ് സുധാകരനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. അപ്പോൾ അതാണ് സംസ്ഥാനത്തെ മഴയുടെ പൊതുവായ ഒരു ചിത്രം കൂടിയാണ് സാരംഗ് പങ്കുവച്ചത്. ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരിക്കൽ കൂടി പറയാം, 5 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുള്ളത്. മറ്റ് 9 ജില്ലകളിലും യെല്ലോ അലർട്ട് മുന്നറിയിപ്പാണ്. എന്തായാലും ശക്തമായ മഴ പെയ്യും എന്നത് തന്നെയാണ്. സാരംഗ് ചേർന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. തിരുവനന്തപുരത്ത് സിറ്റിയിലൊക്കെ ചെറിയ തോതിലുള്ള മഴയൊക്കെ രാവിലെ തന്നെ പെയ്യുന്നുണ്ട്. പിന്നെ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു കാര്യം ഉള്ളത്, ഈ കടലാക്രമണം, കള്ളക്കടൽ പ്രതിഭാസത്തിനൊരു സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് എന്നതാണ്. നമുക്ക് മറ്റു വാർത്തകൾ കൂടി നോക്കാം. VS അച്യുതാനന്ദന്റെ ആരോഗ്യ നിലയിൽ പുരോഗതി ഉണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭ്യമാകുന്ന വിവരം. അദ്ദേഹത്തിന്റെ മകൻ തന്നെയാണ് ഫേസ്ബുക്കിലൂടെ ആ വിവരം അറിയിച്ചിട്ടുള്ളത്. അച്ഛന്റെ ആരോഗ്യനിലയിൽ ചെറിയ തോതിലുള്ള പുരോഗതിയാണ് കാണുന്നത്, മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്, വലിയ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ എന്നുള്ളത് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ള പ്രതികരണമാണ് അത്. എന്തായാലും മരുന്നുകളോടൊക്കെ പ്രതികരിക്കുന്നുണ്ട് അദ്ദേഹം എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ്. സാരംഗ് സുധാകരൻ തുടരുന്നുണ്ട് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി. സാരംഗ്, VSന്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ട് എന്നുള്ള ആശ്വാസകരമായ വാർത്തയാണ് നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത്, അല്ലേ? തീർച്ചയായും 72 മണിക്കൂറിന് ശേഷമാണ് ഒരു കൃത്യമായ ഒരു ചിത്രം നമുക്ക് പങ്കുവെക്കാൻ കഴിയുള്ളൂ എന്നായിരുന്നു ആശുപത്രിയിൽ നിന്ന് ലഭിച്ച വിവരം. അങ്ങനെ 72 മണിക്കൂർ കഴിഞ്ഞ ദിവസമാണ് അവസാനിച്ചത്. നേരിയൊരു പുരോഗതി, അതായത് അദ്ദേഹത്തിന്റെ പ്രായവും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും കണക്കിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേരിയൊരു പുരോഗതി, ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തതിനു ശേഷമുള്ള ഇത്രയും ദിവസത്തിന് ശേഷം നേരിയൊരു പുരോഗതി ആരോഗ്യസ്ഥിതിയിൽ ഡോക്ടർമാർ നമ്മളൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയധികം പ്രായാധിക്യമാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. കാരണം ഹൃദയാഘാതവും പക്ഷാഘാതവും ഒപ്പം തന്നെ മറ്റ് വൃക്കയടക്കമുള്ള അവയവങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമാക്കുന്നുണ്ട്. പക്ഷേ ഇവയെല്ലാം ശ്വാസതടസ്സം അടക്കം ബുദ്ധിമുട്ട് കൂടിയ സമയത്താണ് ഇദ്ദേഹത്തെ ഹൃദയാഘാതത്തിന്റെ ഒപ്പം തന്നെ ശ്വാസതടസ്സവും മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടായ സമയത്താണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഈ വെന്റിലേറ്ററിന്റെ സഹായം ഇല്ലാതെ തന്നെ ശ്വാസം എടുക്കാനുള്ള രീതിയിലേക്ക് ആരോഗ്യം മെച്ചപ്പെടാനുള്ള സാഹചര്യം ഒരുക്കാനുള്ള ചികിത്സയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ തന്നെയാണ് തുടരുന്നത്. പല വിഭാഗങ്ങളിൽ നെഫ്രോളജി, കാർഡിയോളജി, അതേപോലെ തന്നെ ന്യൂറോളജി തുടങ്ങിയ പല ഡോക്ടർമാരുടെ ഒരു സംഘമാണ് അദ്ദേഹത്തിന് ചികിത്സ നൽകുന്നത്. ഈ ഡോക്ടർമാർ അടങ്ങുന്ന സംഘത്തിന്റെ ചികിത്സ തുടർന്നുകൊണ്ട് തന്നെ ആരോഗ്യസ്ഥിതിയിൽ ഒരു നേരിയൊരു പുരോഗതി ഉണ്ടെന്നാണ് നമുക്ക് കഴിഞ്ഞ ദിവസം അറിയാൻ കഴിഞ്ഞത്. ഇന്നത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തേക്ക് വരുമ്പോൾ മാത്രമേ നിലവിലെ സ്ഥിതി എത്രത്തോളം മെച്ചപ്പെട്ടിട്ടുണ്ട്, കൂടുതൽ പുരോഗതി ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം നമുക്ക് കൂടുതൽ വ്യക്തമാവുകയുള്ളൂ. നിലവിൽ തിങ്കളാഴ്ച ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത സമയത്തുണ്ടായിരുന്ന സാഹചര്യത്തിനേക്കാൾ കുറച്ചധികം നേരിയൊരു പുരോഗതി അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു വാർത്തയാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. ആര്യ. യെസ്, സാരംഗ് സുധാകരനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. നമ്മൾ മറ്റു വാർത്തകളിലേക്ക് കൂടി കടക്കുകയാണ്. നമുക്കറിയാം, നിലമ്പൂർ ഇലക്ഷന് പിന്നാലെ, തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ കോൺഗ്രസിൽ ഒരു വലിയ അടി തുടങ്ങി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് ആർക്കാണ് ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് എന്നതിനെ ചൊല്ലിയാണ് വലിയ തർക്കം നടക്കുന്നത്. അതിലൊരു പരാമർശം ഈ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം
നടക്കുകയാണ്. അതിൽ ഈ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിച്ചതിൽ പരിഭവിക്കേണ്ട, താൻ ക്യാപ്റ്റൻ എങ്കിൽ രമേശ് ചെന്നിത്തല മേജറാണ് എന്നതാണ് വി ഡി സതീശൻ മറുപടി നൽകിയത്. അതിൽ തുടങ്ങി വലിയ വിവാദം കോൺഗ്രസിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ റാങ്ക് തർക്കത്തെ തുടർന്ന്. അതായത് ഈ താൻ ക്യാപ്റ്റൻ ആണെങ്കിൽ ചെന്നിത്തല മേജറാണ് എന്ന് പറയുമ്പോൾ കുറച്ചാളുകൾക്കെങ്കിലും സംശയം തോന്നിക്കാണും, ഈ ക്യാപ്റ്റനാണോ വലുത് റാങ്ക് വൈസ് അതോ മേജറാണോ എന്നുള്ളത്. അപ്പോൾ കരസേനയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണല്ലോ ഈ ക്യാപ്റ്റൻ, മേജർ എന്നീ റാങ്കുകൾ, ആ ഒരു വാക്കിന്റെ പ്രയോഗം. അപ്പോൾ ഈ റാങ്കുകളുടെ അധികാര ശ്രേണി എന്താണ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിച്ചിട്ട് വരാം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ക്യാപ്റ്റനും രമേശ് ചെന്നിത്തല മേജറുമാണെങ്കിൽ കെ.സി. വേണുഗോപാലിനും രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗെക്കുമൊക്കെ അതിലും മേലെ റാങ്ക് കൊടുക്കണ്ടേ? എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല ക്യാപ്റ്റൻ അല്ല, അത് മേജറാണ്. മേജർ, ക്യാപ്റ്റൻ എന്നോ കേൾക്കാൻ ഒരു ഗുമ്മൊക്കെ ഉണ്ടെങ്കിലും കരസേനയുടെ കമ്മീഷൻഡ് ഓഫീസേഴ്സ് റാങ്ക് ശ്രേണിയിൽ മുകളിൽ നിന്നും താഴേക്ക് 8ാമതും 9ാമതും വരുന്ന റാങ്കുകൾ മാത്രമാണിത്. ക്യാപ്റ്റനും മേജറിനും മേലെ 7 റാങ്കുകൾ കൂടിയുണ്ട് കരസേനയിൽ. പ്രാചീന കാലത്തായിരുന്നെങ്കിൽ രഥി, മഹാരഥി, അതിമഹാരഥി തുടങ്ങി വിശേഷണങ്ങൾ നൽകേണ്ടി വരുമായിരുന്നു. മഹാരഥി വി ഡി സതീശൻ, അതിമഹാരഥി രമേശ് ചെന്നിത്തല എന്നൊക്കെ. കരസേനയിൽ കമ്മീഷൻഡ് ഓഫീസേഴ്സ് വിഭാഗത്തിൽ 10 റാങ്കുകളാണുള്ളത്. ലഫ്റ്റനന്റ് കഴിഞ്ഞാൽ ക്യാപ്റ്റൻ, അതിനും മേലെ മേജർ, അതുകഴിഞ്ഞാൽ ലഫ്റ്റനന്റ് കേണൽ, അതിനും മേലെ കേണൽ. റാങ്കിൽ 5ാമത് വരുന്നത് ബ്രിഗേഡിയർ, അതുകഴിഞ്ഞാൽ മേജർ ജനറൽ, അതുക്കും മേലെ ലഫ്റ്റനന്റ് ജനറൽ, ഏറ്റവും മേലെ ജനറൽ. കരസേനാ മേധാവിക്കും സംയുക്ത സേനാ മേധാവിക്കുമൊക്കെയുള്ള റാങ്ക് ഇതാണ്. ഈ റാങ്കുകൾക്കെല്ലാം മേലെ ഒരു റാങ്ക് കൂടിയുണ്ട്, ഫീൽഡ് മാർഷൽ. ഇന്ത്യൻ സൈന്യത്തിന് ഐതിഹാസിക നേതൃത്വം നൽകിയ KM കരിയപ്പയ്ക്കും സാം മനേഷ്യയ്ക്കും മാത്രമാണ് ഇതുവരെ ഫീൽഡ് മാർഷൽ പദവി നൽകിയിട്ടുള്ളത്. എന്തായാലും കോൺഗ്രസിലെ റാങ്ക് പോരിൽ KC മുതൽ ഖർഗെ വരെയുള്ള നേതാക്കൾക്ക് പേടിക്കേണ്ടതില്ല. മേജർക്ക് മുകളിൽ നൽകാൻ 7 പദവികൾ കൂടിയുണ്ട്. പക്ഷേ കേരളത്തിൽ പ്രതിപക്ഷ നേതാവിന് താഴെ നിൽക്കുന്ന നേതാക്കൾക്കാണ് പ്രയാസം. ഓഫീസേഴ്സ് റാങ്കിൽ താഴെ ആകെയുള്ളത് ലഫ്റ്റനന്റ് റാങ്ക് മാത്രമാണ്. K. സുധാകരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, BM സുധീരൻ, MM ഹസൻ തുടങ്ങി ഷാഫി പറമ്പിലും മാത്യു കുഴൽനാടനും രാഹുൽ മാങ്കൂട്ടും വരെയുള്ള നേതാക്കൾക്ക് ലഫ്റ്റനന്റ് റാങ്കിൽ ഒതുങ്ങേണ്ടി വരും. താഴെ തട്ടിൽ പണിയെടുക്കുന്ന നേതാക്കൾക്ക് പക്ഷെ പേടിക്കേണ്ട. നോൺ കമ്മീഷൻഡ്, ജൂനിയർ കമ്മീഷൻഡ് വിഭാഗങ്ങളിലായി ശിപായി മുതൽ സുബേദാർ മേജർ വരെ 7 റാങ്കുകളുണ്ട്. ഈ ക്യാപ്റ്റൻ അതുപോലെ തന്നെ മറ്റു ഞാൻ സാധാരണ പട്ടാളക്കാരനാണ്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. അപ്പോൾ നമുക്ക് മറ്റു വാർത്തകൾ കൂടി നോക്കാം. മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയ്ക്കായുള്ള തെരച്ചിൽ തുടരുന്നു എന്നതാണ്. കഴിഞ്ഞ ദിവസം കടുവയ്ക്ക് വനംവകുപ്പിന്റെ വെടിയേറ്റിരുന്നു. പിന്നാലെ കടുവ ഓടി മറഞ്ഞു എന്നതാണ് സാഹചര്യം. കൂടുതൽ വിവരങ്ങളുമായി CV അനുമോദ് മലപ്പുറത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, ഗുഡ് മോർണിംഗ്. കാളികാവിലെ നരഭോജി കടുവയ്ക്കായുള്ള കൂട്ടിലാക്കാനുള്ള ശ്രമം എത്രയോ നാളുകളായി ഇപ്പോൾ തുടരുന്നതാണ് എന്ന് നമുക്കറിയാം. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കടുവയ്ക്ക് വെടിയേറ്റു. പക്ഷേ വെടിയേറ്റതിന് ശേഷം കാട്ടിലേക്ക് ഓടി മറഞ്ഞിരിക്കുകയാണ്. പിടികൂടാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷ വനംവകുപ്പിനുണ്ടോ? ഗുഡ് മോർണിംഗ് ആര്യ. ഈ കടുവയ്ക്ക് വെടിയേറ്റത് അപായമുള്ള തരത്തിലുള്ളതല്ല എന്നാണ് പറയുന്നത്. പമ്പ് ആക്ഷൻ ഗൺ എന്ന് പറയുന്ന ഒരു ഈ വന്യമൃഗങ്ങളെ വിരട്ടി ഓടിക്കാൻ വനംവകുപ്പ് ഉപയോഗിക്കുന്ന ഗൺ വഴിയാണ് വെടിയേറ്റുള്ളത്. അത് മയക്കുവെടിയോ അതുപോലെ ജീവനെടുക്കാൻ നേരിട്ട് പെട്ടെന്ന് ജീവനെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള വെടിയോ അല്ല. നേരെ മറിച്ച് ഇതിനെ പേടിപ്പിച്ച് ഓടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണിത്. പക്ഷേ ഈ കടുവ ഇന്നലെ ദൗത്യ സംഘത്തിന്റെ മുന്നിലേക്ക് വന്നു ചാടുകയായിരുന്നു. ഏതാണ്ട് 6 മീറ്റർ മുൻപിൽ എത്തിയിരുന്നു ഈ കടുവ ദൗത്യ സംഘത്തിനെ ആക്രമിക്കാനായി എന്നാണ് അറിയുന്നത്. തൊട്ടടുത്തു നിന്നാണ് ദൗത്യസംഘം ഇവരെ ഈ ഒരു ജീവൻ രക്ഷാർത്ഥം, ആത്മരക്ഷാർത്ഥം ഈ കടുവയെ വെടിവെച്ചത്. ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ ഭാഗ്യമെന്നാണ് ദൗത്യസംഘത്തിനൊപ്പമുള്ളവർ തന്നെ പറയുന്നത്. അത്രമാത്രം വലിയ ഒരു അപകടത്തെയാണ് ദൗത്യസംഘം ഇന്നലെ നേരിട്ടത്. ആ ഒരു സാഹചര്യത്തിൽ അവരുടെ കൈവശം ഉണ്ടായിരുന്ന പമ്പ് ആക്ഷൻ റൈഫിൾ ഉപയോഗിച്ച്, ഗണ്ണ് ഉപയോഗിച്ച് വെടിയുതിർക്കുകയായിരുന്നു. ഇത് ഏറ്റ കടുവ തുടർന്ന് വനത്തിലേക്ക്, വനത്തിനോട് ചേർന്നുള്ള മേഖലയിലേക്ക് തന്നെ ഓടിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ആ ഒരു മേഖല കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുന്നുണ്ട്. പക്ഷേ ഈ വെടിയേറ്റ അല്ലെങ്കിൽ ഈ പമ്പ് ആക്ഷൻ
റൈഫിൾ ഉപയോഗിച്ച് വെടിയേറ്റ കടുവ ഇന്ന് അക്രമകാരിയാകാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അതിന്റെ ഒരു മുൻകരുതൽ എടുത്തുകൊണ്ടാണ് വനംവകുപ്പിന്റെ ഇന്നത്തെ തെരച്ചിലുണ്ടാവുക. കാരണം ഏതിന് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ഇത് വലിയ തോതിൽ തന്നെ അക്രമകാരിയാകുമെന്നാണ് വനംവകുപ്പ് വിലയിരുത്തുന്നത്. അതിന്റെ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു തെരച്ചിൽ ആ ഒരു മേഖലയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. മഴ ഒരു മേഖലയിൽ പെയ്യുന്നുണ്ട്. അതുപോലെ ഇന്നലെ രാത്രി ഏറെ വൈകിയൊന്നും തെരച്ചിൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ 10 മണിയോടെ ആ മേഖലകൾ കേന്ദ്രീകരിച്ചും തെരച്ചിൽ നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ കടുവയുടെ ജീവന് ഈ ഇന്നലത്തെ ഒരു സംഭവം എത്രമാത്രം അപകടമുണ്ടാക്കുമെന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയാനാകില്ല. ഒരുപക്ഷെ ഏറ്റവും അടുത്തുനിന്ന് വെടിയേൽക്കുമ്പോൾ ഈ പമ്പാക്ഷൻ റൈഫിൾ ഉപയോഗിച്ച് വെടിയേൽക്കുമ്പോൾ പരിക്കേൽക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത്. എന്താണെങ്കിലും മേഖല കേന്ദ്രീകരിച്ച് തെരച്ചിൽ ഇന്നും തുടരുക തന്നെ ചെയ്യും. CV അനുമോദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മടങ്ങിയെത്തുമ്പോൾ നമുക്കറിയാം, ജാനകി എന്ന ഒരൊറ്റ പേര് ഉപയോഗിച്ചതിന്റെ പേരിൽ മാത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന്റെ റിലീസിംഗ് ഇങ്ങനെ അനന്തമായി നീണ്ടുപോവുകയാണ്. പ്രദർശനാനുമതി ഇതുവരെ സെൻസർ ബോർഡിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതേ ചുറ്റിപ്പറ്റിയിട്ടുള്ള വിവാദങ്ങളൊക്കെയും ഇങ്ങനെ തുടരുന്ന സാഹചര്യമാണ്. ചില വശങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നമുക്കും ഒന്ന് പരിശോധിക്കാം. എമ്പുരാനിലെ ചില രംഗങ്ങളെക്കുറിച്ച് ഉയർന്ന വിവാദം മുതൽ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള വരെ എത്തി നിൽക്കുകയാണ് സമീപകാലത്ത് മലയാള സിനിമയിലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ. മലയാള സിനിമ രംഗത്തേക്ക് വിദേശ ഫണ്ടിംഗ് നടക്കുന്നു എന്നത് കുറേ കാലമായി നിലനിൽക്കുന്ന ആരോപണമാണ്. ആ ഒരു ആരോപണത്തിന്റെ മറയിൽ സുതാര്യമായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കുകയാണ് കേന്ദ്ര സെൻസർ ബോർഡ് ഉൾപ്പെടെ ഏജൻസികൾ എന്ന ആരോപണം ഒരു വശത്ത് ശക്തമാകുന്നു. തിങ്കളാഴ്ച ഫെഫ്ക ഉൾപ്പെടെ സംഘടനകൾ സമരം ചെയ്യുമ്പോൾ സിനിമാ ലോകം ഒന്നടങ്കം അതിനെ പിന്തുണയ്ക്കുമോ എന്നതും ഉയരുന്ന ചോദ്യമാണ്. വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്ര സർക്കാരിന്റെ താൽപര്യം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണത്തിന്മേലാണ് കഴിഞ്ഞ കുറേ കാലമായി സംസ്ഥാന സർക്കാരും കേരളത്തിലെത്തുന്ന ഗവർണർമാരുമായുള്ള പോര് നടക്കുന്നത്. കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇതിന്റെ മറ്റൊരു രൂപമാണ് ഇപ്പോൾ മലയാള സിനിമയിൽ നടക്കുന്നതെന്ന് വ്യക്തം. ഇസ്ലാം ഫണ്ടമെന്റലിസം മലയാള സിനിമയിൽ തിരികെ കയറ്റാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം പൃഥ്വിരാജ് ഉൾപ്പെടെ കേൾക്കുന്നുണ്ട്. എമ്പുരാൻ വിവാദമായപ്പോൾ ലഫ്റ്റനന്റ് കേണൽ പദവിയുള്ള മോഹൻലാലിനും കേൾക്കേണ്ടി വന്നു ഈ പഴി, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ആക്രമണങ്ങളിലൂടെ. വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന സിനിമ മുൻകാല പ്രാബല്യത്തോടെ നിരോധിക്കുമോ എന്നാണ് കേന്ദ്ര സെൻസർ ബോർഡിനോട് നിലവിലെ വിവാദത്തിൽ ഒരു വിഭാഗത്തിന്റെ ചോദ്യം. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ മുഖ്യവേഷത്തിലെത്തുന്ന സുരേഷ് ഗോപി MP ഇതുവരെ പരസ്യമായി പ്രതികരിക്കാത്തതും എതിർ വിഭാഗം ചോദ്യം ചെയ്യുന്നു. 2 ദേശീയ അവാർഡുകളും 7 സംസ്ഥാന പുരസ്കാരങ്ങളും നേടിയ നിർമാല്യം ഇപ്പോഴാണ് പുറത്തിറങ്ങിയതെങ്കിൽ എന്താകും കേരളത്തിൽ സംഭവിക്കുക എന്ന് ചിന്തിക്കാൻ കഴിയില്ല. നാം നിത്യജീവിതത്തിൽ ചെയ്യുന്നത് ഇപ്പോൾ സിനിമയിൽ കാണിക്കാൻ പറ്റുമോ എന്നതാണ് ചോദ്യം. പറ്റില്ല എന്നതാണ് ലളിതമായ ഉത്തരം. നാളെ ഒരു ഫിലിം മേക്കറിനും ഇങ്ങനൊരു ദുരവസ്ഥ വരരുത് എന്നുള്ളതാണ്. നിങ്ങൾ പ്രസിഡൻസിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമുക്കറിയാം, നമുക്ക് പട്ടാളം ജാനകി ഇവിടെ ഉണ്ടായിട്ടുണ്ട്, സീതാ കല്യാണം ഇവിടെ ഉണ്ടായിട്ടുണ്ട്, എന്ന് സ്വന്തം ജാനകിക്കുട്ടി ഉണ്ടായിട്ടുണ്ട്, അനവധി സിനിമകൾ, ജാനകി എന്ന കഥാപാത്രമുള്ള എത്ര സിനിമകൾ നമ്മൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ആ സാമൂഹിക ചരിത്ര സന്ദർഭത്തിൽ നിന്നും ഇന്നിനെന്താണ് വ്യത്യാസം? അന്നത് പ്രശ്നമില്ല, ഇന്നത് പ്രശ്നമുണ്ടാകും എന്ന് പറയുന്നിടത്തല്ലേ യഥാർത്ഥ പ്രശ്നം. ആ പ്രശ്നത്തെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്, അഭിസംബോധന ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾ കരുതുന്നു. പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഒരു വിഭാഗത്തിന്റെ മാത്രം കുത്തകയല്ലെന്നും തങ്ങളുടെ ബിംബങ്ങളെ അപമാനിച്ചാൽ അത് ചോദ്യം ചെയ്യുമെന്ന് ഒരു വിഭാഗം പറയുകയും ചെയ്യുമ്പോൾ അതിൽ ന്യായം കാണുന്നവരുമുണ്ട്. താരസംഘടനയായ അമ്മയിൽ പോലും കക്ഷി രാഷ്ട്രീയം ഇപ്പോൾ സജീവമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഫെഫ്ക ഉൾപ്പെടെ സമരത്തിനിറങ്ങുമ്പോൾ മലയാള സിനിമാരംഗം ഒന്നടങ്കം അതിനെ പിന്തുണയ്ക്കുമോ എന്നതിൽ സംശയമുണ്ട്. VV വിനോദ്, ന്യൂസ് 18. കേരള രാഷ്ട്രീയത്തിലെ നിറസാന്നിധ്യം PJ ജോസഫിന് ഇന്ന് 84 വയസ്സ്. 45 വർഷമായി തൊടുപുഴയുടെ സാരഥിയായി PJ ജോസഫ് എന്ന ഔസേപ്പച്ചൻ കേരള നിയമസഭയിലുണ്ട്. കേരള കോൺഗ്രസ് പാർട്ടികളിലെ ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാരിൽ ഏറ്റവും പ്രായമേറിയ നേതാവും PJ ജോസഫ് തന്നെയാണ്.
പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും കരുണാകരനുമൊക്കെ രംഗപ്രവേശം ചെയ്ത 1970 നിയമസഭാ ബാച്ചിലെ നവാഗതരിൽ ഒരാളാണ് പി.ജെ. ജോസഫ്. കേരള കോൺഗ്രസ് സ്ഥാപക നേതാവായ കെ.എം. ജോർജുമായുള്ള അടുപ്പം കാരണം 1969 അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ചേർന്ന പി.ജെ. ജോസഫ് കേരള കോൺഗ്രസുകാരനായും സ്വന്തം പേരിലുള്ള പാർട്ടിയുടെ പ്രതിനിധിയായും കെ.എം. മാണിയുടെ പാർട്ടിയിൽ ലയിച്ച് 2 ചിഹ്നത്തിലും മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. എ.കെ. ആന്റണി, ഉമ്മൻചാണ്ടി, വി.എസ്. അച്യുതാനന്ദൻ, കെ. കരുണാകരൻ, ഇ.കെ. നയനാർ എന്നിവരുമായി ഉണ്ടായിരുന്നത് ഊഷ്മളമായ ബന്ധമായിരുന്നുവെന്ന് പി.ജെ. ഊഷ്മളമായ ബന്ധമായിരുന്നു ഉമ്മൻചാണ്ടിയായിട്ടാണ്. ആശയങ്ങൾ അല്ല, നമ്മുടെ ആശയങ്ങൾ അവതരിപ്പിച്ചാൽ അതിന് പിന്തുണ കിട്ടുക എന്നുള്ളതാണ്. അത് ആരായിരിക്കും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്? അല്ല, വിഷയങ്ങൾ കൂടുതലായിട്ട് വന്നത് നയനാരുടെ കാലത്ത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള ബന്ധം എങ്ങനെയെന്ന ചോദ്യത്തിനും പി.ജെക്ക് മറുപടിയുണ്ട്. ഊഷ്മളമായ ബന്ധം. ഞങ്ങൾ റോമിൽ പോയപ്പോൾ നയനാരുടെ ഇവിടെ കാർഷിക വിളയുടെ അവസാനം വന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കാഴ്ച കണ്ടു. അദ്ദേഹം പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ പോയി പകുതി മിനിറ്റ് തിരിച്ചു വന്ന് സാറിന് കൈ എന്നിട്ട് പോകുന്നുണ്ട്. വ്യക്തിബന്ധങ്ങൾ രാഷ്ട്രീയത്തിനതീതമായ വ്യക്തിബന്ധം നന്നായിട്ടുണ്ട്. എല്ലാവരും പി.ജെ. ജോസഫിന്റെ മാതൃക ആധ്യാത്മിക രംഗത്ത് യേശു ക്രിസ്തുവും പൊതുപ്രവർത്തന രംഗത്ത് മഹാത്മാഗാന്ധിയുമാണ്. വയസ്സ് 84 തികഞ്ഞെങ്കിലും മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന്റെ ആത്മാർത്ഥതയുമായി പി.ജെ. ജോസഫ് യാത്ര തുടരുകയാണ്. ന്യൂസ് 18 ഇടുക്കി. പി.ജെ. ജോസഫിന് ന്യൂസ് 18ന്റെയും ജന്മദിന ആശംസകൾ. മലപ്പുറം KSRTC ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് പ്രവർത്തനം ആരംഭിച്ചു. ഗതാഗത വകുപ്പ് മന്ത്രി KV ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ടെർമിനലിന്റെ 2ാം ഘട്ട നിർമ്മാണം 3 മാസത്തിനകം ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. 4 നിലകളിലായി 37,445 ചതുരശ്ര അടി വിസ്തീർണമാണ് ടെർമിനലിനുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ യാത്രക്കാർക്ക് ബസ് കാത്തു നിൽക്കുന്നതിനുള്ള സൗകര്യങ്ങളും ശൗചാലയങ്ങളും അത്യാധുനിക രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. മഴയും വെയിലുമേൽക്കാതെ യാത്രക്കാർക്ക് ബസ് കയറി ഇറങ്ങാൻ പറ്റുന്ന മേൽക്കൂരയോടുകൂടിയ ബസ് ബേയും ഇന്റർലോക്ക് പതിച്ച യാർഡും ഇതോടൊപ്പം നിർമ്മിച്ചു. അധിക വരുമാനം ലക്ഷ്യമാക്കി വാണിജ്യാവശ്യങ്ങൾക്കായി സ്ഥാപിച്ചിട്ടുള്ള 14 കടമുറികളും ഇവിടെയുണ്ട്. ഇതിൽ 13 മുറികളും ലേലം ചെയ്തു. പാസഞ്ചർ ലോഞ്ച്, AC വെയിറ്റിംഗ് ഹാൾ, പൂന്തോട്ടം, പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം എന്നീ സൗകര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. ആത്മാർത്ഥമായ പ്രവർത്തനത്തെ ഞാൻ ഈ അവസരത്തിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയെ ആരും ചോദ്യം ചെയ്യരുത്. സത്യസന്ധമായി അദ്ദേഹം പ്രവർത്തിക്കുന്നു. എന്നെ തന്നെ നമ്മൾ ഒന്നുമില്ലെങ്കിൽ ഒന്ന് കാണും. ഇതിനാണ് വെറുതെ ഇന്ന് വന്നത്, വെറുതെ ഒന്ന് കാണാൻ വന്ന ഒരൊറ്റ പോക്കാണ്. ഇവിടെ കൂടെ കയറി അവിടെ കൂടെ ഇറങ്ങിയത്. പക്ഷെ ആ ഒരു താല്പര്യം ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഞാൻ തന്നെ ചോദിക്കും, എന്തായി മലപ്പുറത്ത്, എന്തായി മലപ്പുറത്ത്, ഞാൻ ഇന്ത്യയെ കാണുമ്പോൾ എന്തായി മലപ്പുറത്ത്. അത് വളരെ സന്തോഷം. ആ നമ്പർ ഇട്ട് തരണമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നതിന് ഉറപ്പുണ്ട്. അത് ഞാൻ ഏറ്റു, അത് ഇട്ട് തരും. ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിയാണ്, ഞങ്ങൾ ചെയ്യും. നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രശ്നമില്ല. അത് എന്നെ അത്ഭുതപ്പെടും. മറ്റു പല സ്ഥലങ്ങളിൽ നമ്പർ ഇട്ടില്ല. അതിന്റെ പ്രതിസന്ധി KSRTC അനുഭവിച്ചു. പി. ഉബൈദുള്ള MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 2.15 കോടി രൂപ ചെലവിലാണ് ആദ്യഘട്ട നവീകരണം പൂർത്തിയാക്കിയത്. ബാക്കി പ്രവൃത്തികൾക്കായി സർക്കാർ 5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ന്യൂസ് 18 മലപ്പുറം. ഇനി നമുക്ക് ചില അന്താരാഷ്ട്ര വാർത്തകൾ കൂടി നോക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ഇടവേള എടുത്തിട്ട് അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. അപ്പോൾ നമ്മുടെ ഡാനി പോൾ കൂടി നമ്മുടെ സൂംബ ടീമിനൊപ്പം ചേരുകയാണ്. ഡാനി, അപ്പോൾ സൂംബയാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്നലത്തെയും ഒക്കെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലും കൂടുതൽ വിവാദമാകാനുള്ള സാഹചര്യമാണ് മുന്നിലുള്ളത്. ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയം കൂടി ആവുകയാണ് എന്നതാണ്. അപ്പോൾ ഈ സൂംബ കളിക്കുന്ന നമ്മുടെ സൂംബ ടീമിന് ഈ വിവാദത്തെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? ആരോഗ്യം ശ്രദ്ധിക്കുന്ന ആൾക്കാർ ഈ വിവാദങ്ങൾക്കൊന്നും ചെവി കൊടുക്കില്ല എന്നറിയാം. അവരിങ്ങനെ സൂംബയൊക്കെ കളിച്ച് മനസ്സിനെയും ശരീരത്തിനെയും ഒക്കെ ഒന്ന് എനർജറ്റിക് ആക്കി മുന്നോട്ട് കൊണ്ടുപോകും അല്ലേ? എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് കൂടി നമുക്കൊന്ന് കേൾക്കാം. ആര്യ, തീർച്ചയായും. കാരണം ഇത് അപ്രതീക്ഷിതമായൊരു വിവാദത്തിലേക്കാണ് ഈ സുംബ ചൂടുകളെല്ലാം തന്നെ എത്തിയിരിക്കുന്നത്. നമ്മളുള്ളത് കൊച്ചിയിൽ തന്നെ ഉള്ള സുംബ സെന്ററിൽ തന്നെയാണ്. ഏതായാലും ഇവിടെ എല്ലാ ദിവസവും എന്ന പോലെ തന്നെ പതിവ് പോലെ തന്നെ പരിശീലനവും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്കൊപ്പം പൂർണിമ ചേരുന്നു. പൂർണിമ, ഈ സ്വാഗ ഔട്ട്ഫിറ്റ്സിന്റെ ഒരു ദീർഘകാലമായിട്ട് അവരാണ് ഇത് തുടങ്ങി വെക്കുന്നതല്ല. പൂർണിമ, ഇതിൽ
വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അത് ഒരു വിവാദത്തിലേക്കും കാര്യങ്ങളിലേക്കും എല്ലാം വരുന്നത്. ഒരു എന്താ പറയുന്നത്, ഒരു എക്സസൈസ്, അതിനപ്പുറത്തേക്ക് വലിയൊരു വിവാദത്തിലേക്കെല്ലാം തന്നെ വരുമ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക്? സുംബ ഒരു ഭയങ്കര ഹാപ്പി എക്സസൈസ് ആണ്. ബിക്കോസ് ഒരുപാട് പേര് ഓടുന്നു, സൈക്കിൾ ചെയ്യുന്നു, ട്രെഡ്മില്ലിൽ ഓടുന്നു. ഇതൊക്കെ ചെയ്യുന്നതിന് പകരം ഒരു ഹാപ്പി എക്സസൈസ്, കാർഡിയോ വാസ്കുലർ എക്സസൈസ് ആണ് സുംബനെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അത് അത്രയും ഹാപ്പി ആയ ഒരു സാധനത്തിനെ നമ്മൾ വളരെ വ്യത്യാസമായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. കാരണം ആയിരക്കണക്കിന് മാത്രമല്ല, 2013 ഞാൻ തുടങ്ങുമ്പോൾ ഒരാൾ വെച്ച് അല്ലെങ്കിൽ 2 ആളെ വെച്ച് ഞാൻ തുടങ്ങിയ ഒരു സംരംഭമാണ്. ഇപ്പൊ പുതിയതായിട്ടൊരു സംരംഭമൊക്കെ ഓരോരുത്തർ തുടങ്ങുമ്പോൾ സപ്പോർട്ട് വളരെയധികം അത്യാവശ്യമാണ്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെയൊക്കെ ഓരോ വ്യാഖ്യാനം വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ കഷ്ടപ്പെട്ടാണ് ഒരു സംരംഭം തുടങ്ങി അത് നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ വളരെ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ്സിലുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ 12 വയസ്സ് അല്ലെങ്കിൽ 13 വയസ്സ് തൊട്ട് 70 വയസ്സ് വരെയുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അതിൽ ആൾക്കാർക്ക് ചിലപ്പോൾ ഡിപ്രഷനുള്ള ആൾക്കാരുണ്ടാവും, ക്യാൻസർ സർവൈവേഴ്സ് ഉണ്ടാവും, ഡോക്ടേഴ്സ് ഉണ്ട്, അതിന്റെ കൂടെ ബിസിനസ് ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്ന് ഒരുമിച്ച് ചെയ്യുന്ന ഒരു ഹാപ്പി എക്സസൈസ് ആണ്. അപ്പോൾ ഇതിനെ ഒരു രീതിയിലും വ്യാഖ്യാനിക്കാണ്ട് നല്ല ബെനിഫിറ്റ്സിനെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പല ഏജ് ഗ്രൂപ്പിലുള്ളവരും എല്ലാം തന്നെ ഇതിനൊപ്പം ഉണ്ടല്ലോ. ഇതില് പലപ്പോഴും ഡ്രസ് കോഡാണ് ഇപ്പോൾ വലിയ വിവാദത്തിലേക്കൊക്കെ വരുന്നത്. എങ്ങനെയാണ്? എല്ലാവരുടെയും ചോയ്സ് ആണ്. കാരണം നമുക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റണം, അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ അപ്പൊ നമ്മൾ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റണം, നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നമുക്ക് ഇടാൻ പറ്റണം. അല്ലെങ്കിൽ ഇത് എക്സസൈസ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണോ മൂവ് ചെയ്യാൻ പറ്റുന്ന, കാലുകളും കൈ അനക്കുമ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല, എക്സസീവ് ചൂടെടുക്കാൻ പാടില്ല, അതിന് കളേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ പലതരം രീതികളുണ്ട്. അപ്പൊ അതനുസരിച്ചാണ് നമ്മൾ ഡ്രസ്സസ് ചൂസ് ചെയ്യുന്നത്. ഒത്തിരി കാലമായോ ഇവിടെ? ഞാനിവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് 6 months ആയി. ജാനുവരിയിൽ ജോയിൻ ചെയ്തതാണ്. എങ്ങനെയുണ്ട്? മറ്റ് രാവിലെ ആളുകൾ ജോഗിങ്ങിനും കാര്യങ്ങൾക്കെല്ലാം പോകാറുണ്ട്. ഇവിടെ വരുമ്പോൾ നേരത്തെ പൂർണ്ണി പറഞ്ഞ പോലെ ഹാപ്പി ഫേസസ് എന്നൊക്കെ പറയുന്ന പോലെ എത്രമാത്രം വ്യത്യസ്തമാണ് ഇത്? ഞാൻ ഇതിനു മുമ്പ് ഒരു നോർമൽ ജിമ്മിലാണ് പോയിരുന്നത്. ഒരു ചേഞ്ച് ഓഫ് റുട്ടീനു വേണ്ടി ഇവിടെ വന്നിട്ട് ഇത്രയും മോട്ടിവേഷൻ വേറൊരു സ്ഥലത്ത് കിട്ടില്ല. ബിക്കോസ് എല്ലാവരും ഡിഫറെന്റ് ഏജ്, ഡിഫറെന്റ് ജെൻഡേഴ്സ്, എല്ലാവരും ഒരുമിച്ച് കാലത്തെ തന്നെ വന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഭയങ്കര എനർജിയാണ്. ആൻഡ് ഇറ്റ്സ് സച്ച് എ പോസിറ്റീവ് പ്ലേസ് ടു ബി. സോ ഇവിടുന്ന് എന്തായാലും വൺസ് യു കം ഹിയർ ഇവിടുന്ന് ആരും വിടില്ല. ബിക്കോസ് അത്രയും ഒരു പോസിറ്റീവ് എൻവയൺമെന്റ് ഇവിടെ. എസ്പെഷ്യലി പൂർണിമയുടെ ഡാൻസ് ക്ലാസ് ഇസ് സംതിങ് ഐ ഹവ് നെവർ അറ്റൻഡഡ്. ഇപ്പോൾ വരുന്ന ഈ ഒരു ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ വാർത്തകളൊക്കെ? പ്രത്യേകിച്ച് ആ സ്കൂളുകളിലേക്ക് സൂംബ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്താ തോന്നിയത്? കുട്ടികൾക്ക് പഠിക്കാനും അവർക്ക് കുറച്ചും കൂടി ഉല്ലാസം കിട്ടുമെന്നാണ്? 100%. ഞാൻ ഒരു ചൈൽഡ് ആയിരുന്നു, അപ്പോൾ ഒട്ടും അത്ലറ്റിക് ആയിരുന്നില്ല. ബിക്കോസ് നമ്മളെല്ലാവരും നോർമൽ ഒരു സ്പോർട്സിനെ പറ്റിയാണ്, ദാറ്റ് ഇസ് അവർ ഐഡിയ ഓഫ് സ്പോർട്സ്. പക്ഷേ സുംബയൊക്കെ അപ്പോഴേ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ഇൻട്രസ്റ്റ് ആയിരുന്നു ഫിസിക്കലി ഫിറ്റ് ആവാൻ. സോ ഐ തിങ്ക് ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് ഇനിഷ്യേറ്റീവ്. ബിക്കോസ് എവറി വൺ വിൽ വോണ്ട് ടു ഗെറ്റ് ഫിറ്റ്. ബിക്കോസ് ഇതൊരു ഭയങ്കര ഫൺ ആക്ടിവിറ്റിയാണ്. ആൻഡ് ഒരു കമ്മ്യൂണിറ്റിയുടെ സെൻസ് അപ്പോഴേ ബിൽഡ് ചെയ്യും. ആൻഡ് ഇപ്പോഴേ തന്നെ കിഡ്സിന് വിൽ അണ്ടർസ്റ്റാൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ഇൻ എ വെരി ഫൺ മാനർ. Yeah, definitely. So I feel this change was very necessary, and I hope that all the children enjoy this, and avaru veludambreykum fitness like totally they'll be into it, because this is such a fun way to do it. Ade 100% ottu alla. എന്നാലും ഈ രീതിയിലുള്ള പ്രതികരണങ്ങളും എല്ലാം തന്നെ ഉണ്ട്. പേരെങ്ങനെയാണ്? എന്റെ പേര് ഡോക്ടർ രേഷ്മ. ഞാൻ അമൃതയിലെ ഡോക്ടറാണ്. എങ്ങനെയാണ് നിങ്ങൾ ഈ സുംബ പോലുള്ള ഒരു വ്യായാമമുറയൊക്കെ കാണുന്നത്? എനിക്ക് ആക്ച്വലി ഇത് വളരെ ഇഷ്ടമാണ്. ബിക്കോസ് എനിക്ക് ഭയങ്കര ഒരു ഹെക്റ്റിക്കും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു വർക്കിലാണ് ഞാൻ എല്ലാ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം റിയലി ഗിവ്സ് മീ എ ലോട്ട് ഓഫ് ഒരു റിലീഫും ഒരു നല്ലൊരു എക്സസൈസും കിട്ടും, അതേസമയം ഒരു മെന്റൽ റിലാക്സേഷനും കിട്ടും. ഇത് സംബന്ധിച്ച് വരുന്ന വിവാദങ്ങളൊക്കെ എങ്ങനെ കാണുന്നത്? ഈ ഡ്രസ് കോഡും സംബന്ധിച്ചൊക്കെ വലിയ എതിർപ്പൊക്കെ വരുന്നുണ്ടല്ലോ, എങ്ങനെ അത് ന്യായീകരിക്കാവുന്ന? അത് അങ്ങനെ ഒരു വിവാദം വരേണ്ട കാര്യമേ ഇല്ല എന്നാണ് തോന്നുന്നത്. ആക്ച്വലി ഇറ്റ്സ് എ വെരി ഗുഡ് എക്സസൈസ് ആണ്. മ്യൂസിക് ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നു, കുറച്ചും കൂടെ മെന്റൽ റിലാക്സേഷൻ കിട്ടുന്നു. അല്ലാതെ ഇതിൽ വേറെ ഒരു പ്രശ്നവും ഇല്ല. കുട്ടികൾ ചെയ്യട്ടെ എന്നത് തന്നെയാണ്. ഡെഫിനറ്റ്ലി ചെയ്യണം. മൂവ്മെന്റ് മസ്റ്റ് ആണ്. അറ്റ് എ വെരി യങ് ഏജ് ഇറ്റ് സെൽഫ് മൂവ്മെന്റ് ചെയ്താലേ മെന്റൽ ഹെൽത്തും ബെറ്റർ ആവത്തുള്ളൂ. സോ ഐ റിയലി റെക്കമെൻഡ് ഇറ്റ്. ആര്യ കേട്ട് കാണും. കാരണം എല്ലാവരും തന്നെ ഇതിലൂടെ അവരുടെ ഒരു കാഴ്ചപ്പാടുകൾ പറയുന്നത്. കാരണം ഒരു ഡ്രസ് കോഡിലൊന്നും ഒതുക്കി നിർത്തേണ്ടതല്ല എന്ന് തന്നെ പറയുന്നത്. എന്ന് പറയുന്നു ഇപ്പോഴത്തെ ഒരു സുംബ കൊണ്ട് കിട്ടുന്നൊരു ആരോഗ്യം. തീർച്ചയായിട്ടും ഇതൊരു ഫിസിക്കൽ ഫിറ്റ്നസിനെക്കാളും എനിക്ക് തോന്നുന്നത് മെന്റൽ ഫിറ്റ്നസ്. ഞാൻ അത് ഇവിടുത്തെ ഓണർ പൂർണ്ണനേഷൻ പറയായിരുന്നു. ഞാനിത് ഫസ്റ്റ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഈ സെയിൽസ് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ, റിവ്യൂ മീറ്റിങ്ങിന് പോകുമ്പോൾ ഭയങ്കര
റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ ഭയങ്കര ലേറ്റ് ബാക്ക് ആയിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷേ ഈ സൂംബ രാവിലെ ഒരു 1 hour സെഷൻ കഴിഞ്ഞിട്ട് തിരിച്ചൊരു നമ്മുടെ ഈ സെയിൽസ് മീറ്റിങ്ങിന് പോകുമ്പോൾ പിന്നെ ഭയങ്കര ഒരു വേറെ ലെവൽ എനർജിയാണ്. അപ്പോൾ ഒരു ഫോർ മീ ഇറ്റ്സ് മോർ ഓഫ് എ മെന്റലി സ്റ്റേയിങ് അലേർട്ട്. ആ ഒരു ഫിസിക്കൽ സ്റ്റേറ്റിനേക്കാളും കൂടുതൽ മെന്റലി ഐ എം മോർ അലേർട്ട് ആഫ്റ്റർ ദിസ് 1 hour ഓഫ് സൂംബ ബിക്കോസ് ലൗഡ് മ്യൂസിക്, ലോഡ് ഓഫ് കമ്മ്യൂണിറ്റി. ആ ഒരു ഫീലിംഗ് ഭയങ്കര അടിപൊളി. ആക്ച്വലി ഇത് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരെ അറിയുള്ളൂ. നിങ്ങളിപ്പോൾ ഇന്ന് വന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നി കാണത്തില്ല ആ ഒരു എനർജി ലെവൽസ് ഇവിടുത്തെ. ഇത് സംബന്ധിച്ച് വരുന്ന ഒരു വാർത്തകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. സൂംബ അത് സ്കൂളുകളിലേക്ക് നടപ്പാക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഞങ്ങളുടെ കാലത്തൊക്കെ ആക്ച്വലി സ്കൂൾ ടൈമിൽ PT പീരീഡ് വരെ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ആ PT പീരീഡിൽ ആ കൂടി സ്പോർട്സ് കളിക്കാം, കുറച്ച് ബേസിക് ഫിസിക്കൽ ആക്ടിവിറ്റി വൺസ് ഇൻ എ വീക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ആക്ച്വലി പൊളിറ്റീഷ്യൻസ് ഫൈനലി സെയിങ് ദ റൈറ്റ് തിങ്സ്, സൂംബ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ആക്ച്വലി എനിക്ക് സന്തോഷമാണ്. നമ്മുടെ ഇപ്പോഴത്തെ നെക്സ്റ്റ് ജനറേഷന് ഇങ്ങനത്തെ ഒരു വൈബ് കിട്ടും, മനസ്സിലാക്കും, എനർജി ലെവൽസ് മനസ്സിലാക്കും. നമ്മുടെ സമയത്തൊക്കെ നമുക്കൊരു ഓപ്ഷൻ ആയിരുന്നു. ഇപ്പോൾ ഇപ്പോൾ ആൾക്കാർ ഇത് മാൻഡറ്ററി ആക്കി വരുമ്പോൾ ഇറ്റ് ഇസ് എ വെരി നൈസ് തിങ് ടു ഹിയർ. നോട്ട് ജസ്റ്റ് സൂംബ, എനി കൈൻഡ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ഇസ് ഗ്രേറ്റ്. അപ്പോൾ മാൻഡറ്ററി ആക്കണം എന്നാണ്. ഐ തിങ്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് മൂവ് ഫ്രം ദ മിനിസ്ട്രി. ചെയ്യണം എന്നാണ് എൻ്റെയും അഭിപ്രായം. ഡ്രസ് കോഡ് സംബന്ധിച്ചൊക്കെയാണ് ഒരു എതിർപ്പൊക്കെ വരുന്നത്. അതിനെങ്ങനെയാണ്? അത് ഇറ്റ്സ് എ പേഴ്സണൽ ഒപ്പീനിയൻ. ഡ്രസ് കോഡ് ഇക്കാലത്തെ കാര്യങ്ങളൊക്കെ ഇത് പറയാം എനിക്കറിയില്ല. ഇറ്റ്സ് എ പേഴ്സണൽ ഒപ്പീനിയൻ. എനിക്ക് അങ്ങനെ ഒരു ഇതുവരെ തോന്നിയിട്ടില്ല. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളാണ് നമ്മൾ വിഭിന്നമായ അഭിപ്രായങ്ങൾ തന്നെയാണ് കേട്ടത്. ഇവിടെ നാളുകളായോ? കുറച്ച് വർഷമായി, 1.5 വർഷത്തോളമായി. വളരെ എനർജറ്റിക് ആണ് എന്ന് തന്നെ. സൂംബ ഐ മീൻ ലൈക്ക് ഒരു കൈൻഡ് ഓഫ് എക്സസൈസ് ഫോമായിട്ട് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ആര്യ, ഇത് സംബന്ധിയായ കാര്യങ്ങളാണ് അവർ വിശദീകരിക്കുന്നത്. കാരണം അതിനൊരു എക്സസൈസ് കോഡായിട്ട് മാത്രം കാണുക, അതിന് ഡ്രസ് കോഡ് കൊണ്ടുവരേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. അവർക്ക് ഇതുകൊണ്ട് ഉണ്ടാകുന്ന മാനസികമായ ഒരു ആരോഗ്യവും കാര്യങ്ങളും എല്ലാമാണ് അവർ പങ്കുവയ്ക്കുന്നത്. അത് ആരോഗ്യം വരും തലമുറയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. അങ്ങനെ ആ ഒരു ഫോർമാറ്റിൽ മാത്രം കാണുക എന്ന ഒരു കാഴ്ചപ്പാടാണ് ഇതിനകത്തുള്ളത്. ഏതായാലും ഇവിടെ ചൂടുകൾ തുടങ്ങുന്നു. അത് വലിയ തടസ്സങ്ങളില്ലാതെ വിദ്യാലയങ്ങളിലേക്കും എത്താൻ കഴിയും എന്ന് തന്നെയാണ് അവരൊരു പ്രതീക്ഷയും പങ്കുവയ്ക്കുന്നത്. തീർച്ചയായും ഡാനി പോളാണ് നമ്മുടെ കൊച്ചിയിലുള്ള ഒരു സ്വാഗ് സൂംബ സ്റ്റുഡിയോയിൽ നിന്നാണ് നമുക്കൊപ്പം ചേർന്നത്. അവിടെ സൂംബ പരിശീലനം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവിടെയുള്ള ആളുകളൊക്കെ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇതിനെ ഒരു വലിയ വിഷയമായിട്ട് കാണേണ്ട ഒരു കാര്യവുമില്ല. സാധാരണ ചെയ്യുന്ന ഒരു ബോഡി മൂവ്മെന്റ് എക്സസൈസ് മാത്രമാണ് സൂംബ എന്നുള്ളത്. അതിനൊരു പാട്ടിന്റെ അകമ്പടിയോടുകൂടി വരുമ്പോൾ ഇതൊരു ഡാൻസ് മൂവിലൂടെയൊക്കെ ചേർന്നുള്ള ഒരു എക്സസൈസ് ആകുമ്പോൾ നമുക്ക് മൈൻഡും നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരേപോലെ ഒരേ സമയം റിലാക്സ് ചെയ്യിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ ജിമ്മിലൊക്കെ പോയിട്ട് കഠിനമായിട്ടുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുന്നതിനപ്പുറം ഇത് വളരെ സിമ്പിളായി ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും ചെയ്യാൻ കഴിയുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സസൈസ് ആണ് എന്നതാണ് സൂംബയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും അതിനെ ഇത്രത്തോളം ജനകീയമാക്കാനുള്ള ഒരു കാരണവും അതുതന്നെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഡ്രസ് കോഡാണല്ലോ വിഷയം. ഈ ഡ്രസ് കോഡിനെ കുറിച്ച് പറയുമ്പോഴും ഇപ്പോൾ ട്രാക്ക് പാൻസും ടീഷർട്ടും ഇട്ട് മാത്രമേ സൂംബ ചെയ്യാൻ കഴിയൂ എന്നുള്ള ഒരു നിബന്ധനയും ഇല്ല, നിർബന്ധവും ഇല്ല എന്നതും കൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ചുരിദാർ ഇട്ടിട്ട് വേണം സൂംബ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നതും ഒരു വാസ്തവമാണ്. അപ്പോൾ അതുതന്നെയാണ് അവിടെ സൂംബ പരിശീലിക്കുന്ന ആളുകൾക്ക് നമ്മളോട് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ സൂംബ ഒരിക്കലെങ്കിലും ചെയ്തിട്ടുള്ള ആളുകൾ എല്ലാവരും പറഞ്ഞ ഒരു കാര്യമാണ്, അവിടെ പരിശീലിക്കുന്ന ഓരോ ആളുകളും നമ്മളോട് പങ്കുവെച്ചൊരു കാര്യമാണ്. സ്കൂളുകളിലൊക്കെ സൂംബ നടപ്പാക്കുന്നത് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും അവരുടെ ശാരീരിക ക്ഷമതയ്ക്കുമൊക്കെ അത്രത്തോളം നല്ല ഒരു കാര്യമാണ് എന്നുള്ളത്. നമ്മൾ ഈ സൂംബയെ കുറിച്ച് പറയുമ്പോൾ സൂംബയുടെ ഒരു ചരിത്രം കൂടി നോക്കിയാൽ 1990കളിൽ കൊളംബിയയിലുള്ള ഒരു ഡാൻസറും കൊറിയോഗ്രാഫറുമായ ബെറ്റോ പെറസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഈ വ്യായാമ മുറ ആദ്യമായി പരിചയപ്പെടുത്തുന്നത്. ഒരു 2000-ന് ശേഷം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലേക്ക് ഈ സൂംബ എന്ന് പറയുന്ന വ്യായാമ മുറ വ്യാപിക്കുകയും പിന്നീട് എല്ലാവരും ഏറ്റെടുക്കുകയുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ സമീപത്തൊക്കെ എല്ലാ ജിമ്മ് പോലെ തന്നെ സൂംബ സ്റ്റുഡിയോസ് ഉണ്ട്. ജിമ്മുകളിൽ അസോസിയേറ്റ് ആയിട്ട് സൂംബ സ്റ്റുഡിയോസ് ഒക്കെ
സജീവമാകുന്ന കാലഘട്ടം കൂടിയാണ്. എന്തായാലും നമുക്ക് ഇതിന്റെ ഒരു പൊളിറ്റിക്സ്, രാഷ്ട്രീയ വശം കൂടി ഒന്ന് പരിശോധിക്കാം. ഈ പ്രതിഷേധങ്ങളൊക്കെ തുടരുന്നതിനിടയിലും സ്കൂളുകളിൽ സൂംബ നൃത്തവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. വിവിധ മുസ്ലിം സംഘടനകൾ എതിർപ്പുമായി രംഗത്തുണ്ട്. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ച് ആടിപ്പാടാൻ അനുവദിക്കില്ലെന്നാണ് സംഘടനകളുടെ നിലപാട്. അതേസമയം പദ്ധതി നടപ്പാക്കുന്നതിനെ അനുകൂലിച്ച് ഡിവൈഎഫ്ഐ, SFI നേതൃത്വങ്ങൾ രംഗത്തുമുണ്ട്. വിവരങ്ങളുമായി MG മിഥുൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മിഥുൻ, വലിയ പ്രതിഷേധങ്ങൾ ഉയരുമ്പോഴും അതിനെയൊക്കെ മറികടന്ന് ഈ തീരുമാനവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലും ഇന്നത്തെ ഒരു പകൽ ദിനവും ഒക്കെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ കാണേണ്ടി വരും അല്ലേ? അതെ, തീർച്ചയായും. എന്തായാലും പ്രതിഷേധം കൂടുതൽ കനക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ആദ്യം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള എതിർപ്പുമായി രംഗത്ത് വരികയും പ്രതിഷേധം ഉയർത്തുകയും ചെയ്തത്. പിന്നാലെ സമസ്ത കൂടി ഇതിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, സംസ്ഥയിലെ ഒരു വിഭാഗം സർക്കാരിന് അനുകൂലമായി നിൽക്കുന്ന സംഘടന കൂടിയാണ്. അങ്ങനെ ആ സംഘടന കൂടി ഈ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമാകുമ്പോൾ എന്ത് തീരുമാനം സർക്കാർ കൈക്കൊള്ളുമെന്നാണ് ഏവരും ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ഈ നിലപാടുമായി അല്ലെങ്കിൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നടപടിയുമായി മുന്നോട്ട് പോവുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് തന്നെയാണ് സർക്കാർ എത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഒരു തരത്തിലും പിന്നോട്ട് പോകില്ല എന്ന് തന്നെ അവർ പറഞ്ഞു വെക്കുന്നു. അതായത് കാലത്തിനനുസരിച്ച് മാറാൻ എല്ലാവരും തയ്യാറാകണം, അത് ചിന്തിക്കാൻ തയ്യാറാകണം എന്നുള്ളൊരു പ്രതികരണമാണ് ഇത്തരത്തിൽ ഭൂരിഭാഗം മന്ത്രിമാരും ഒപ്പം തന്നെ സർക്കാർ വൃത്തങ്ങളും ഒക്കെ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം എന്നുള്ളത് തന്നെയാണ്. അതനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എന്തിനാണ് ഇങ്ങനെ അനാവശ്യ ഒരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ വലിച്ചിഴക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് സർക്കാർ വൃത്തങ്ങൾ പ്രധാനമായും ചോദിക്കുന്നത്. മറ്റൊന്ന്, ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളത് കൂടി അറിയേണ്ടതായിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ ഇതുവരെയും വന്നിട്ടില്ല. MSF ഇത് സംബന്ധിച്ച് എതിർപ്പുമായി രംഗത്ത് വന്ന ഒരു പശ്ചാത്തലമുണ്ട്. അവർ പറയുന്നത് ഇത്തരത്തിൽ ഒരു തരത്തിലും ഒരു നിയമം എന്ന രീതിയിൽ ഒരു കാര്യങ്ങളും അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്ന തരത്തിലൊരു പരാമർശമാണ് MSFിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ യുവജന വിഭാഗങ്ങളൊക്കെ, ഈ മുസ്ലിം സംഘടനയുടെ യുവജന വിഭാഗങ്ങളൊക്കെ ഇതിൽ എതിർപ്പ് രേഖപ്പെടുത്തി രംഗത്ത് വരുന്നു. അതേസമയം സർക്കാർ തലത്തിലേക്ക് വരുമ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധത്തെ കണ്ടില്ല എന്ന് നടിച്ച് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും 9 മണിയോടുകൂടി മന്ത്രി വി ശിവൻകുട്ടി കൂടി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത മന്ത്രി വി ശിവൻകുട്ടി മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും MG മിഥുനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. സുംബയിൽ വിവാദം കൊഴുക്കുമ്പോൾ കാസർഗോഡ് തൻബിഹീദുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ സൂംബ ഡാൻസ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി. ഇനി അന്താരാഷ്ട്ര വാർത്തകൾ കൂടി ഒന്ന് പരിശോധിക്കാം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ആശ്വാസമായി സുപ്രീം കോടതി ഉത്തരവ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് തടയാൻ ഫെഡറൽ ജഡ്ജിമാർക്ക് അധികാരമില്ലെന്ന് US സുപ്രീം കോടതി വ്യക്തമാക്കി. ജന്മാവകാശ പൗരത്വം റദ്ദാക്കി ട്രംപ് പുറപ്പെടുവിച്ച ഉത്തരവ് തടഞ്ഞതിനെതിരെ സർക്കാർ നൽകിയ ഹർജിയിലാണ് നിർണായക വിധി. ട്രംപിന്റെ പല തീരുമാനങ്ങൾക്കും ഈ വിധി അനുകൂല സാഹചര്യം ഒരുക്കും എന്നതാണ്. ഡോക്ടർ സജിമോൻ ആന്റണി ന്യൂയോർക്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ സജിമോൻ ആന്റണി, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ ട്രംപിന്റെ തീരുമാനത്തിന് അനുകൂലമായിട്ടുള്ളൊരു വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. ട്രംപിനെ സംബന്ധിച്ച് വലിയ സന്തോഷം നൽകുന്നതാണ്. പക്ഷേ അവിടെ എത്തിയിട്ടുള്ള കുടിയേറ്റക്കാരെ സംബന്ധിച്ച് വിഷമിക്കേണ്ട ഒരു ഉത്തരവാണോ ഇത്? യെസ്, തീർച്ചയായിട്ടും ഇന്ന് US പ്രസിഡന്റിന് ആഹ്ലാദത്തിന്റെ ഒരു നിമിഷമാണ്. കാരണം പ്രസിഡൻഷ്യൽ പവർ ഇന്നലത്തെക്കാളും വളരെ അധികമായിട്ട് ഇന്ന് മുതൽ കൂടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇവിടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇതിനെപ്പറ്റി അതത് ഭരണകാലത്ത് ഡെമോക്രാറ്റ് പാർട്ടിയുടെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റുമാര് എപ്പോഴും കംപ്ലൈന്റ് ചെയ്യുമായിരുന്നു. അവരുടെ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ലോവർ കോർട്ട് അല്ലെങ്കിൽ സിംഗിൾ ബെഞ്ച് അല്ലെങ്കിൽ ഫെഡറൽ കോർട്ടുകൾ എപ്പോഴും പ്രിവെന്റ് ചെയ്യുന്നു, അത് നേഷൻ വൈഡ് ബ്ലോക്കിലേക്ക് വരുന്നു. അപ്പം അവർ വിചാരിക്കുന്ന തരത്തിലുള്ള പോളിസികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങളുള്ള കംപ്ലൈന്റ് ട്രംപ് അഡ്മിനിസ്ട്രേഷനും ഇതിനു മുമ്പുള്ള ബൈഡൻ അഡ്മിനിസ്ട്രേഷനും ഒബാമ അഡ്മിനിസ്ട്രേഷനും അതത് കാലങ്ങളിൽ നടത്തിയിരുന്നു. എന്നാൽ അതിന്റെ ഫലം ഇന്ന് ട്രംപിനാണ് കിട്ടിയിരിക്കുന്നത്. ട്രംപിന് അനുകൂലമായിട്ട് 6-3 എന്നുള്ള സുപ്രീം കോടതി വേർഡിക്റ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഈ സുപ്രധാന തീരുമാനങ്ങളിലുള്ള എക്സിക്യൂട്ടീവ് പവറിൽ ഇനി മുതൽ നാളെ മുതൽ ഒരു ലോവർ കോർട്ടിൽ അല്ലെങ്കിൽ ഉള്ള ഒരു സിംഗിൾ ബെഞ്ച് അല്ലെങ്കിൽ ഫെഡറൽ കോർട്ടിലുള്ള വിധികൾ നേഷൻ വൈഡ് വ്യാപകമാക്കി അങ്ങനെ അതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. ലോവർ കോർട്ടിലുള്ള അധികാര പരിധി അത് US ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ US പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് അധികാര പരിധിയേക്കാളും മേളിൽ വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഒരു വേർഡിക്റ്റ് ആണ് ഇന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ സുപ്രധാനമായിട്ടുള്ള ഒരു 5-6 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആദ്യം താങ്കൾ പറഞ്ഞത് തന്നെ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ്, അത് ഇവിടുത്തെ ഭരണഘടനയുടെ 14th അമെൻഡ്മെന്റിന്റെ ഒരു ഇഷ്യൂ ആയിരുന്നു. രണ്ടാമത്തേത് ട്രാൻസ്ജെൻഡറിന്റെ ഇഷ്യൂസ് ഉണ്ട്. മൂന്നാമത്തേത്
ടെക്സസിലെ പോർണോഗ്രാഫി കൺട്രോളിനെ പറ്റിയുള്ള ഒരു കോൺട്രവേഴ്സിയും ഇഷ്യൂയും കേസും നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം സ്റ്റഡീസ് അബൌട്ട് LGBTQ, അതുപോലെ തന്നെ സാങ്ച്വറി സിറ്റി, ഇങ്ങനെയുള്ള സുപ്രധാനമായ ഹോട്ട് ടോപ്പിക്കിന് അനുകൂലമായുള്ള ഒരു വിധിയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം ഈ പറഞ്ഞ കേസുകളൊക്കെ ട്രംപിന് അനുകൂലമായിട്ട് വിധിച്ചു എന്നുള്ളതല്ല. ഈ കേസുകൾ ഇന്ന് വരുന്നുള്ളൂ. എന്നാൽ ഇതിനെ ഒരു സിംഗിൾ ബെഞ്ചിന് അല്ലെങ്കിൽ ഒരു ഫെഡറൽ കോർട്ടിലെ ഒരു സ്റ്റേറ്റിലെ ഒരു ലോവർ കോർട്ടിലുള്ള ഒരു ജഡ്ജിന് അത് ഹിയറിംഗ് എടുത്തിട്ട് അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് ആണ് അവർ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം അത് ഈ കോർട്ടിലേക്കുള്ള ഒരു സ്ട്രാറ്റജി മാറി ഇന്ന് വരും കാലങ്ങളിലേക്ക് സ്റ്റേറ്റുകൾ ഇതിനെതിരെ ഫൈറ്റ് ചെയ്യുക, അതുപോലെ ഇപ്പം ക്ലാസ് ആക്ഷൻ സൂട്ടുമായിട്ട് ഇവർക്ക് ഇതിനെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പം ലോയേഴ്സ് ഇതിന്റെ ഒരു സ്ട്രാറ്റജി ചേഞ്ച് ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് ഈ ബെർത്ത് സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ 14th അമെൻമെന്റ് എടുത്തു കളി എന്നുള്ള അതിന് ലഘൂകരിക്കുന്ന ആ ഒരു സബ്ജക്റ്റിലേക്ക് ഏകദേശം 22 സ്റ്റേറ്റുകളാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷന് എതിരെ ലോ സൂട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ ഇനിയും കൂടുതൽ വരും. എന്നാൽ എല്ലാ അർത്ഥത്തിലും അമേരിക്കൻ പ്രസിഡന്റ് ഇന്നലത്തെക്കാളും കൂടുതൽ അധികാരം ഇന്ന് ഉണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. ഇത് ഇപ്പം ട്രംപിന്റെ സമയമായത്. കഴിഞ്ഞ തവണ ജോ ബൈഡനും ഇതേ ആംഗിളിൽ കോർട്ടിൽ ട്രയൽ ചെയ്തായിരുന്നു. അതിന് മുമ്പ് ബറാക് ഒബാമയും ട്രൈ ചെയ്തായിരുന്നു, നമുക്കറിയാം. പക്ഷെ ആ സമയങ്ങളിൽ ഒരു വേർഡിക്റ്റ് വന്നില്ലായിരുന്നു. അതിന്റെ ഒരു മെയിൻ കാരണം ഇപ്പോഴത്തെ സുപ്രീം കോർട്ടിന്റെ ഒരു ചായ്വ് എന്ന് പറയുന്നത് ട്രംപ് തന്നെ അപ്പോയിന്റ് ചെയ്ത 3 ജഡ്ജിമാർ അതിനകത്തുണ്ട്. അപ്പം 6-3 എന്നുള്ളത് ഒരു ഇച്ചിരൂടെ ഈസി ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് വരുന്നത്. അപ്പം ആ ഒരു ബെനിഫിറ്റ് ട്രംപ് അഡ്മിനിസ്ട്രേഷന് ഈ ഒരു ടൈമിംഗിൽ കിട്ടുകയാണ് എന്നാണ് നമുക്ക് നോക്കിക്കാണാൻ പറ്റുന്നത്. തീർച്ചയായും ഡോക്ടർ സജിമോൻ ആന്റണി, ഒരു കാര്യം കൂടിയുണ്ട്. അതായത് വ്യാപാര കരാർ സംബന്ധിച്ച് കാനഡയുമായുള്ള എല്ലാ ചർച്ചകളും ഉടൻ അവസാനിപ്പിക്കുമെന്ന് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് എന്താണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്? ഈ അയൽക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് കൂടുതൽ രൂക്ഷമാകുന്നു എന്നതാണോ? മറ്റ് വിശദാംശങ്ങൾ കൂടി അതിൻ്റെ? എനിക്ക് തോന്നുന്നത് ഒരു കൈ കൊണ്ട് തലോടലും ഒരു കൈ കൊണ്ട് ഒരു അടിയും കൊടുക്കുക എന്നുള്ളൊരു പോളിസിയിലാണ് ട്രംപ് പോകുന്നത്. അതായത് ഒരു കൈ കൊണ്ട് തലോടിക്കൊണ്ട് മറ്റു ചില രാഷ്ട്രങ്ങളുമായിട്ട് അദ്ദേഹം ട്രേഡിന്റെ ഡീലുകൾ ഉണ്ടാക്കാൻ നോക്കുന്നു. എന്നാൽ അതേ സമയം തന്നെ മറുകൈ കൊണ്ട് ഒരു അടി കൊടുത്തിട്ട് മറ്റു ചില രാജ്യങ്ങളെ ഒതുക്കാനും നോക്കുന്നു. പ്രത്യേകിച്ച് കാനഡയുടെ കാര്യത്തിൽ തുടക്കം മുതൽ ഒരു വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. കാനഡയുമായിട്ടുള്ള ബന്ധം കുറെ വർഷമായിട്ടുള്ള കാലാകാലങ്ങളായിട്ട് അല്ല ദശകങ്ങളായിട്ട് ഒരു നല്ല അയൽക്കാരനായിരുന്നു, നല്ലൊരു ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. അല്ലെ ചേട്ടനും അനുജനും പോലെ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യത്യാസമില്ല. എന്നാൽ ട്രംപ് ഈ അഡ്മിനിസ്ട്രേഷൻ വന്നതിന് ശേഷം ജസ്റ്റിൻ ഫോർമർ പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ കാനഡയുടെ ജസ്റ്റിൻ ട്രൂഡോയുമായിട്ട് ഒരു പേഴ്സണൽ വൈരാഗ്യം അല്ലെങ്കിൽ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ആദ്യം ആന്റിസിപ്പേറ്റ് ചെയ്തത് മേ ബി ജസ്റ്റിൻ ട്രൂഡോ മാർക്ക് ആന്റണി ഇപ്പോൾ വരുമ്പം അതിനൊരു പരിഹാരം ഉണ്ടാവും, അല്ലെങ്കിൽ അവർ പുതിയൊരു ഇക്വേഷനിലേക്ക് വരും എന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ ഇന്നത്തെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് മനസ്സിലാകുന്നു അവർ ആ ഒരു വർക്കിംഗ് ഇക്വേഷനിലേക്ക് വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മേ ബി കഴിഞ്ഞ ആഴ്ച G7 സമ്മിറ്റിന്റെ മീറ്റിംഗിന് പോയപ്പോഴും ആദ്യം ട്രംപ് പോകുകയില്ല എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ബൈ ദ വേ ഈ ഒരു സമയത്ത് ഇതും പറയേണ്ടിയിരിക്കുന്നു, പ്രൈം മിനിസ്റ്റർ മോദി പോലും അവിടെ വരുവോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു. എന്നാൽ ഫൈനലി പ്രൈം മിനിസ്റ്റർ മോദി വാസ് ദേർ, അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഡൊണാൾഡ് ട്രംപ് ഇറാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്ക് വന്നപ്പം ആ ഒരു സബ്ജക്ട് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ചുരുങ്ങിയ സമയങ്ങളിൽ മീറ്റിംഗുകൾ പര്യവസാനത്തിന് മടങ്ങി വരുന്ന ഒരു സിറ്റുവേഷൻ കണ്ടിരുന്നു. അപ്പോൾ ഏതായാലും എനിക്ക് തോന്നുന്നത് കാനഡയുമായിട്ടുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു വർക്കിംഗ് ഇക്വേഷൻ ഇപ്പോഴും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വ്യാപാര കരാറുകൾ, പ്രത്യേകിച്ച് ട്രേഡിന്റെ ഇഷ്യൂസ്, ഇവിടെ ഞങ്ങൾ ട്രേഡിനെ ടാരിഫിനെ ഇവിടെ പറയുന്നത് ടാക്സ് എന്നാണ് പറയുന്നത്. അപ്പം അതിൽ അമേരിക്കക്കാരാണ് ഇപ്പം പ്രത്യേകിച്ചും ഇഫക്റ്റഡ് ആയിരിക്കുന്നത്. അമേരിക്കക്കാർ മാത്രമല്ല, രോഗമാകാനുള്ള എല്ലാവർക്കും ഇമ്പാക്റ്റ് ഉണ്ട്. പക്ഷേ കാനഡയുടെ കാര്യത്തിൽ കാനഡ ചില അഗ്രികൾച്ചർ പ്രൊഡക്ഷനും അങ്ങനെയുള്ള ചില പ്രൊഡക്ഷനും ഒക്കെ 400% ടാരിഫ് കൂട്ടിയായിരുന്നു ഇപ്പം ട്രംപിന്റെ ഈ ഒരു ടാരിഫിന് റിട്ടാലിയേറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ ആ ഒരു പോളിസിയിൽ അദ്ദേഹം വളരെ ഇറിറ്റേറ്റഡ് ആയിരുന്നു. അപ്പോൾ ഏതായാലും ആ സബ്ജക്ട് അവിടെ ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട് ഇപ്പോൾ ഡീറെയിൽ ചെയ്തിരിക്കുകയാണ്. വരും കാലങ്ങളിൽ ട്രംപ് ഇന്നിങ്ങനെ പറഞ്ഞാലും മേ ബി വരും ദിവസങ്ങളിൽ അത് മാറ്റി പറഞ്ഞ അല്ലെങ്കിൽ വേറൊരു രീതിയിലേക്കുള്ള മേ ബി ഒരു പ്രഷർ ബിൽഡിംഗ് ക്യാമ്പയിൻ ആയിരിക്കാം എന്നും നമുക്ക് കരുതാം. ഏതായാലും ഒരു നല്ല സ്ഥിതിയിലേക്കല്ല കാനഡ അമേരിക്ക ബന്ധം പോകുന്നത്, അറ്റ്ലീസ്റ്റ് ഈ ഒരു ട്രേഡ് വാറിന്റെ കാര്യത്തിൽ എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. തീർച്ചയായും വളരെ നന്ദി ഡോക്ടർ സജിമോൻ ആന്റണി ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ ഫേവറേറ്റ് സെഗ്മെന്റിലേക്കാണ് രാവിലെയിൽ കടക്കുന്നത്, സ്പെഷ്യൽ ഡേ സെഗ്മെന്റ്. അപ്പോൾ സ്പെഷ്യൽ ഡേയിൽ ആരൊക്കെയാണ് നമുക്കിപ്പം അവരുടെ സ്പെഷ്യൽ ഡേ ആഘോഷമാക്കാൻ എത്തുന്നത് എന്ന് നോക്കാം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ബാലരാമപുരം ഐത്തിയൂർ സ്വദേശിനി നക്ഷത്രയുടെ ജന്മദിനമാണ്. അപ്പോൾ നക്ഷത്ര കുട്ടിക്ക് ഇന്ന് 6 വയസ്സാവുകയാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകനായ
രതീഷിൻ്റെയും ഷാബികയുടെയും മകളാണ് നക്ഷത്ര. അപ്പോൾ ഞങ്ങളുടെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് രതീഷ്. അപ്പോൾ രതീഷ് ഏട്ടൻ്റെ മകളാണ് നക്ഷത്ര. നക്ഷത്ര ഒരു ഡാൻസിലൊക്കെ ഭയങ്കര മിടുക്കിയായിട്ടുള്ള, സ്കൂളിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഡാൻസ് പ്രോഗ്രാമുകളിലൊക്കെ സമ്മാനം വാങ്ങിക്കുന്ന ഒരു മിടുക്കി കുട്ടിയാണ് നമ്മുടെ നക്ഷത്രക്കുട്ടി. അപ്പോൾ നക്ഷത്രക്കുട്ടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. എ വെരി ഹാപ്പി ബർത്ത്ഡേ മോളെ. അപ്പോൾ നക്ഷത്രയ്ക്ക് അച്ഛനും അമ്മയും മാത്രമല്ല, അനിയൻ ഋത്തിക്കും മാമൻ കണ്ണനും കൂട്ടുകാരായ അബി, അനു, സമ്പത്ത്, സൗഭാഗ്യ, പപ്പൂസ്, ദിയ, സയാൻ, ആരോമൽ, ആദിത്യൻ, പിന്നെ ബാലരാമപുരം നസ്രത്ത് ഹോം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 1ാം ക്ലാസ്സിലെ കൂട്ടുകാരും ടീച്ചേഴ്സും എല്ലാം ആശംസകൾ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പേരുണ്ട് ആശംസകളുമായിട്ട്. അപ്പോൾ ഇവർക്കെല്ലാം ഒപ്പം ന്യൂസ് 18 എല്ലാവരുടെ ആശംസകൾ കൂടി അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ. വയനാട് മാനന്തവാടിയിലുള്ള റിയോൺ മാത്യു സിബിയുടെ ജന്മദിനമാണ് ഇന്ന്. അപ്പോൾ ആശംസകളുമായി ചേരുന്നത് അച്ഛൻ സിബി ജോർജും അമ്മ അനിതയുമാണ്. അപ്പോൾ റിയോൺ മാത്യു സിബി എന്നാണ് മോൻ്റെ പേര്. റിയോൺ ബേബിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. എ വെരി ഹാപ്പി ബർത്ത്ഡേ മോനെ. ന്യൂസ് 18 എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അപ്പോൾ നമ്മുടെ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഒരുപാട് വാർത്തകൾ കണ്ടു. ഇനി ഒരുപാട് വാർത്തകൾ ഇന്നത്തെ ദിവസം പ്രേക്ഷകരെ കാത്തിരിക്കുന്നുണ്ട്. ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ കാണാം. ടോം കുര്യാക്കോസ് പോലീസ് പെട്രോളുമായി ചേരും. അതിനുശേഷം നമുക്ക് മറ്റ് വാർത്താ ബുള്ളറ്റിനുകളായി വീണ്ടും ചേരാം. നമസ്കാരം.